Good afternoon. Okay, അപ്പൊ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. അതായത് പെട്ടെന്ന് കയറാം, കുറച്ച് പേരുള്ളൂല്ലോ. എന്തൊക്കെ? ഓക്കെ അശ്വതി, ഗുഡ് ആഫ്റ്റർനൂൺ. രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യാം അല്ലേ? ഞാനിങ്ങനൊക്കെ കയറാനുണ്ടെങ്കിലോ. സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ മഴയാണ്. ഓക്കെ, ഇത് നല്ല മഴയുണ്ടാകട്ടെ. ഇപ്പൊ രാവിലെ ഇവിടെ മഴയുണ്ടായിരുന്നു. ഭയങ്കര മഴയല്ല, നേരിയ തോതിൽ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ജോയിൻ ചെയ്യുന്നവര് കയറട്ടെ കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും തുടങ്ങാം. ഞാനിങ്ങനെ വൈകണ്ട. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയിട്ട് മെഡിക്കൽ ഇൻഷുറൻസിന്റെ എവിടെ വരെ പറഞ്ഞു നിർത്തി? നമ്മള് ക്ലെയിം പ്രോസസ് വരെ പറഞ്ഞു നിർത്തി അല്ലേ? ക്ലെയിം പ്രോസസ്സിന്റെ സ്റ്റെപ്പുകളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞ എന്താണ്? റേസിംഗ് ആൻഡ് ക്ലെയിം. അതായത് ക്ലെയിം നമ്മൾ റേസ് ചെയ്യണം അല്ലെ? പിന്നെ രണ്ടാമത്തെ എന്തായിരുന്നു? ഫയലിംഗ് ആൻഡ് ക്ലെയിം അല്ലെ? നമ്മൾ ആ ക്ലെയിം എന്ത് ചെയ്യാണ്? ഫയൽ ചെയ്യാണ് അല്ലെ? ദെൻ മൂന്നാമത് നമ്മൾ എന്താ ചെയ്യുന്നത്? സബ്മിറ്റ് ചെയ്യുന്നു അല്ലെ? സബ്മിറ്റ് ദ ഡോക്യുമെന്റ്സ് അല്ലെ? സബ്മിറ്റ് ഡോക്യുമെന്റ്സ് എന്താണ്? ദാറ്റ് റിലവന്റ് ടു ദ ഈ പറയുന്ന ക്ലെയിം അല്ലെ? ക്ലെയിമുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ക്ലെയിമിന്റെ എന്താണ് ആ ഒരു ഓതന്റിസിറ്റി അല്ലെ? അതിന്റെ ജെനുവിനിറ്റി അത് ഉറപ്പുവരുത്തുന്നതിനായിട്ടുള്ള ഡോക്യുമെന്റ്സുകൾ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നു അല്ലെ? പിന്നെ നാലാമത് എന്ത് ചെയ്യുന്നു? കമ്പനി ഇവാലുവേറ്റ് ചെയ്യാണ് അല്ലെ? കമ്പനി എന്ത് ചെയ്യും? ഈ പറയുന്ന ക്ലെയിമും അതിനോട് കൂടിയുള്ള സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സുകളൊക്കെ അവര് ഇവാലുവേറ്റ് ചെയ്യുന്നു അല്ലെ? റിവ്യൂ ചെയ്യാണ് അല്ലെ? അവലോകനം ചെയ്യാണ്. അത് കഴിഞ്ഞ് അവര് റിവ്യൂ ചെയ്ത് കഴിയുമ്പോൾ അത് ഓക്കെ ആണ്, എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസുകൾ അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സുകൾ എല്ലാം തന്നെ ഓക്കെ ആണെങ്കിൽ അവരെന്ത് ചെയ്യും? ആ ക്ലെയിം തുക അപ്രൂവ് ചെയ്തു അല്ലെ? അനുവദിച്ചു കൊടുക്കാൻ. അപ്രൂവ് ചെയ്താൽ പിന്നെ എന്ത് ചെയ്യാം? ആ എമൗണ്ട് കൊടുക്കാം അല്ലെ? പേ ഔട്ട് കൊടുക്കാം. പേ ഔട്ട് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. എന്താണ്? ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് മണി അല്ലെ? പേ ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് മണി അല്ലെ? അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ, നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. എന്താണ് പേ ഔട്ട് എന്നുള്ളത് പറഞ്ഞു. പേ ഔട്ട് മീൻസ് എ സം ഓഫ് മണി ഗിവൻ ടു എ പോളിസി ഹോൾഡർ when a claim is accepted. അതായത് ക്ലെയിം ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോളിസി ഹോൾഡർക്ക് കൊടുക്കുന്ന എമൗണ്ട് ഓഫ് മണിയാണ് പേ ഔട്ട് എന്ന് പറയുന്നത്. പിന്നെ ആസ് എ പോളിസി ഹോൾഡർ എന്നുള്ള രീതിയിൽ ഓക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, അത്രയും ഭാഗങ്ങളാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. പിന്നെ ഒരു പോളിസി ഹോൾഡർ എന്നുള്ള രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലെ? കമ്പനിയുടെ ട്രസ്റ്റ് വർത്തിനെസ് ഒക്കെ നമ്മൾ നോക്കി ഉറപ്പുവരുത്തണം. ഓക്കെ, എന്നിട്ടൊക്കെ വേണം നമ്മളൊരു പോളിസി ഹോൾഡർ എടുക്കാനായിട്ട്. നമ്മൾ അത് ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു ക്ലെയിം പ്രോസസ് ഒരു പിക്ചർ ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് മനസ്സിലാക്കാനായിട്ട് കേട്ടോ. അപ്പൊ നമുക്ക് ബജാജ് അലയൻസ് ഹെൽത്ത് ഇൻഷുറൻസിന്റെ ക്ലെയിം പ്രോസസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. നമുക്ക് അതൊന്ന് നോക്കാം. ഞാൻ ഓൾറെഡി കൊടുക്കാനായിട്ടാണ്. ബജാജ് അലയൻസിന്റെ ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിം പ്രോസസ്. ബജാജ് അലയൻസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഒരു ഇൻഷുറൻസ് കമ്പനിയാണ്. ആ ഒരു കമ്പനിയുടെ ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിം പ്രോസസ് ആണ് അവിടെ പിക്ചർ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് എന്താ സംഭവിക്കുന്നത്? കസ്റ്റമർ അപ്രോച്ചസ് നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ നെറ്റ്വർക്ക് ഫോർ ദ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് അല്ലെ? ഈ പറയുന്ന ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റിനായിട്ട് കസ്റ്റമർ എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് ആണ് അല്ലെ? അദ്ദേഹം ആര് അപ്രോച്ച് ചെയ്യാണ്? ഹോസ്പിറ്റൽ നെറ്റ്വർക്ക് ആയിട്ട് അപ്രോച്ച് ചെയ്യണം. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെടുകയാണ് കേട്ടോ പേഷ്യന്റ്. അപ്പൊ അഡ്മിറ്റ് അതിനാണ് അവരുടെ കസ്റ്റമർ. സോ പേഷ്യന്റ് എന്ത് ചെയ്യാണ്? ഒരു ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റിനായിട്ടുള്ള ആ ഒരു അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? കസ്റ്റമർ ഹോസ്പിറ്റലിനെ അപ്രോച്ച് ചെയ്യാണ്.
ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം. അതൊരു ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് ആണ് അല്ലെ. എന്നുവെച്ചാൽ എന്താണ്, നമ്മുടെ ഇൻഷുറൻസ് കമ്പനി നേരിട്ട് എന്ത് ചെയ്യാണ്, ഹോസ്പിറ്റൽ ബില്ലുകള് കൈകാര്യം ചെയ്യാണ് അല്ലെ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്യാഷ്ലെസ് ഇൻഷുറൻസ് അഥവാ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. അതായത് നേരിട്ട് നമ്മുടെ ഇൻഷുറൻസ് കമ്പനി അല്ലെ, കമ്പനി എന്ത് ചെയ്യാണ്, അവര് നേരിട്ട് പോയിട്ട് ഹോസ്പിറ്റലൈസേഷൻ ബില്ലുകള് ഹാൻഡിൽ ചെയ്യാണ് അല്ലെ, അത് സെറ്റിൽ ചെയ്യാണ്. അവിടെ നമ്മുടെ കസ്റ്റമറിന്, അതായത് പേഷ്യന്റിന് അവരുടെ കയ്യിൽ നിന്ന് പൈസ എടുത്തു കൊടുക്കേണ്ട ഒരു സാഹചര്യം അവിടെ വരുന്നില്ല. ഓക്കെ, അതാണല്ലോ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ക്യാഷ്ലെസ് ഇൻഷുറൻസിന്റെ പ്രത്യേകത അതാണെന്ന് നമുക്കറിയാം. അപ്പൊ അങ്ങനെയുള്ള ഒരു ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് നമ്മുടെ കസ്റ്റമർ ഹോസ്പിറ്റലിനെ അപ്രോച്ച് ചെയ്യാണ് കേട്ടോ. അപ്പൊ ഹോസ്പിറ്റൽ എന്ത് ചെയ്യും, ഹോസ്പിറ്റൽ എന്താ ചെയ്യുന്നത്, ഹോസ്പിറ്റൽ വെരിഫൈസ് കസ്റ്റമർ ഡീറ്റെയിൽസ് ആൻഡ് സെൻഡ് പ്രീ ഓത്ത് ബൈ കൺസേൺ. പ്രീ ഓത്ത് എന്ന് വെച്ചാൽ പ്രീ ഓതറൈസേഷൻ സർട്ടിഫിക്കറ്റ് എന്നാണ് കേട്ടോ. പ്രീ ഓതറൈസേഷൻ ഫോം അല്ലെങ്കിൽ പ്രീ ഓതറൈസേഷൻ സർട്ടിഫിക്കറ്റ് എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പൊ ഹോസ്പിറ്റൽ എന്ത് ചെയ്യുന്നറിയാമോ, ഈ വരുന്ന കസ്റ്റമറിന്റെ ഡീറ്റെയിൽസുകളെല്ലാം തന്നെ വെരിഫൈ ചെയ്യും. എന്നിട്ടോ കണക്സ് വഴിയായിട്ട് എന്ത് ചെയ്യും, പ്രീ ഓത്ത് സെൻഡ് ചെയ്യും അല്ലെ, പ്രീ ഓതറൈസേഷൻ ഫോം അവര് സെൻഡ് ചെയ്യും. ആർക്കാണ് സെൻഡ് ചെയ്യുന്നത്, ബജാജ് അലയൻസിലുണ്ട് അല്ലെ. എന്നുവെച്ചാൽ ഈ പേഷ്യന്റിന്റെ ഇൻഷുറൻസ് എടുത്തിരിക്കുന്നത് ഏത് കമ്പനിയുടെയാണ്, ബജാജ് അലയൻസിന്റെയാണ് കേട്ടോ. അപ്പൊ ഈ ബജാജ് അലയൻസിലൂടെ എന്ത് ചെയ്യാൻ, ഹോസ്പിറ്റലിന്റെ പ്രീ ഓത്ത് ഫോം ഫാക്സ് വഴി സെൻഡ് ചെയ്യാണ്. അപ്പൊ ബജാജ് അലയൻസിലേക്ക് അത് കിട്ടുന്നു അല്ലെ. അപ്പൊ ബജാജ് അലയൻസ് എന്ത് ചെയ്യും, ബജാജ് അലയൻസ് വെരിഫൈസ് പ്രീ ഓത്ത് ഡീറ്റെയിൽസ് വിത്ത് പോളിസി ബെനിഫിറ്റ്സ് ആൻഡ് സെൻഡ്സ് റെസ്പോൺസ് ടു ദ ഹോസ്പിറ്റൽ. ബജാജ് അലയൻസ് എന്ത് ചെയ്യുന്നു, ഈ പ്രീ ഓത്ത് ഡീറ്റെയിൽസുകൾ വെരിഫൈ ചെയ്യും അല്ലെ. വെരിഫൈ ചെയ്തിട്ടോ ആ ഒരു പോളിസി പ്രകാരമുള്ള ബെനിഫിറ്റുകളും കാര്യങ്ങളൊക്കെ അവർ പരിശോധിക്കുന്നു. എന്നിട്ടോ സെൻഡ് റെസ്പോൺസ് ടു ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിലേക്ക് ആ റെസ്പോൺസ് അവര് അയക്കും അല്ലെ, ഹോസ്പിറ്റലിലോട്ട് റെസ്പോൺസ് അയക്കും. ഓക്കെ, അപ്പോ ഈ റെസ്പോൺസ് എന്ന് പറയുമ്പോൾ അത് 3 തരത്തിലാവാം അല്ലെ. 3 തരത്തിലുള്ള റെസ്പോൺസുകളാണ് നമ്മൾ അവിടെ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇതൊക്കെയാണ്. ഫസ്റ്റ് വൺ അപ്രൂവ്ഡ് റെസ്പോൺസ് ആണ്. അപ്രൂവ് ചെയ്തുകൊണ്ടുള്ള റെസ്പോൺസ് ആയിരിക്കും അല്ലെ, അനുവദിച്ചുകൊണ്ടുള്ള റെസ്പോൺസ്. കാര്യം ഈ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സുകളും ക്ലെയിം ഒക്കെ ഓക്കെ ആണെങ്കിൽ, ക്ലെയിം പ്രോസസ്സ് പഠിച്ചത് അതെല്ലാം ഓക്കെ ആണെങ്കിൽ പിന്നെ എന്ത് ചെയ്യാം, അപ്രൂവ് ചെയ്യാം അല്ലെ. അപ്രൂവ്ഡ് എന്ന് പറഞ്ഞിട്ട് റെസ്പോൺസ് ചാൻസ് ഉണ്ട്. അതല്ലെങ്കിലോ ഡിനെയിൽ ആണ്. ഡിനെയിൽ എന്ന് വെച്ചാൽ നിഷേധിക്കാം, അതായത് അപ്രൂവ് ചെയ്യാതെ അത് എന്ത് ചെയ്യാം, ആ ഒരു ക്ലെയിം അവിടെ റിജക്ട് ചെയ്യപ്പെടാം. അങ്ങനെ ഒരു റെസ്പോൺസ് പ്രതീക്ഷിക്കാം. പിന്നെ എന്താണ്, ക്വറി ആണ്. ക്വറി എന്ന് വെച്ചാൽ എന്താണ്, അന്വേഷണമാണ് അല്ലെ. ക്വറി എന്ന് വെച്ചാല് അന്വേഷണമാണ്. അതായത് ചിലപ്പോൾ ഈ കൊടുത്തിട്ടുള്ള സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സുകളെല്ലാം പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു ക്വറി, അതായത് വീണ്ടും ഒരു അന്വേഷണത്തിന് വേണ്ടിയിട്ട് ഒരു പക്ഷെ കമ്പനി എന്ത് ചെയ്തേക്കാം, ഈ പറയുന്ന പോലെ റെസ്പോണ്ട് ചെയ്തേക്കാം. കുറച്ചും കൂടെ ഒരു സപ്പോർട്ടീവ് ഡോക്യുമെന്റ്സുകളുടെ ആവശ്യമുണ്ട് എന്ന് കമ്പനിക്ക് തോന്നുകയാണെങ്കിൽ കമ്പനി എന്ത് റെസ്പോൺസ് കൊടുക്കും, ക്വറി കൊടുക്കും. അല്ലെങ്കിൽ അവര് എന്താ പറയാ, തന്നിട്ടുള്ള ക്ലെയിമിനകത്ത് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് കമ്പനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ അവർക്ക് കിട്ടണമെന്ന് തോന്നുകയാണെങ്കിൽ അവരെന്തായിരിക്കും റെസ്പോണ്ട് ചെയ്യുക, ക്വറി അല്ലെ, ഒരു അന്വേഷണത്തിന് അവര് റെസ്പോണ്ട് ചെയ്യും. ഇത്രയുമാണ് ഇതിനകത്ത് വരുന്നത്, അപ്രൂവ്ഡ്, ഡിനെയിൽ, അതുപോലെ തന്നെ ക്വറി. ഓക്കെ, ക്ലിയർ ആയോ? ഇനി നോക്കാം കേട്ടോ. അപ്രൂവ്ഡ് ആണെങ്കിൽ എന്താണ് പ്രത്യേകത, അപ്രൂവൽ ലെറ്റർ സെൻഡ് ബൈ ദ ബജാജ് അലയൻസ്. ബജാജ് അലയൻസ് എന്ത് ചെയ്യുന്നു, അപ്രൂവൽ ലെറ്റർ അയക്കുന്നു അല്ലെ. നമ്മൾ 3 ചാൻസസ് ആണ് പറഞ്ഞത്. അപ്പൊ അപ്രൂവ്ഡ് ആണെങ്കിൽ അപ്രൂവൽ ലെറ്റർ സെൻഡ് ബൈ ദ ബജാജ് അലയൻസ്. ബജാജ് അലയൻസ് എന്ത് ചെയ്യും, അപ്രൂവൽ ലെറ്റർ അയച്ചു. ഓക്കെ, എന്നിട്ടോ അപ്പൊ എന്ത് ചെയ്യും, ഹോസ്പിറ്റൽ അപ്പൊ എന്ത് ചെയ്യും, ഹോസ്പിറ്റൽ അഡ്മിറ്റ്സ് ദ പേഷ്യന്റ് without any deposit and provides the cashless treatment. ഹോസ്പിറ്റൽ എന്ത് ചെയ്യുന്നു, പേഷ്യന്റിന് പ്രത്യേകിച്ച് ഒരു ഡെപ്പോസിറ്റ് വാങ്ങാതെ തന്നെ പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുകയും അവർക്കായിട്ടുള്ള ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റുകൾ കൊടുക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോഴോ പിന്നെ എന്താ ചെയ്യുന്നത്, പേ നോൺ മെഡിക്കൽ എക്സ്പെൻസസ് ആൻഡ് കോ പേയ്മെന്റ് ബിഫോർ ദ ഡിസ്ചാർജ് ഫ്രം ദ ഹോസ്പിറ്റൽ. അപ്പൊ ആകെ ഈ പറയുന്ന പേഷ്യന്റിന് എന്തുമാത്രം അവർക്ക് പേ ചെയ്താൽ മതി, പേ നോൺ മെഡിക്കൽ എക്സ്പെൻസസ് ആൻഡ് കോ പേയ്മെന്റ് ബിഫോർ ഡിസ്ചാർജ് ഫ്രം ദ ഹോസ്പിറ്റൽ. അതായത് ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുൻപായിട്ട് നോൺ മെഡിക്കൽ ആയിട്ടുള്ള എക്സ്പെൻസ്, എന്ന് വെച്ചാൽ മെഡിക്കൽ എക്സ്പെൻസ് അല്ല അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് നമ്മൾ ചെയ്യുന്നതിന് മുൻപുള്ള നോൺ മെഡിക്കൽ ആയിട്ടുള്ള എക്സ്പെൻസുകൾക്കായിട്ട് അത്തരം ചെലവുകൾ, എന്തെങ്കിലും ഭക്ഷണം കഴിച്ചതിന്റെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും
അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള നോൺ മെഡിക്കൽ എക്സ്പെൻസുകൾ മാത്രം, അതിന്റെ പേയ്മെന്റ് മാത്രം ആര് കൊടുത്താൽ മതിയാകും? പേഷ്യന്റ് കൊടുത്താൽ മതി കേട്ടോ. ബാക്കിയുള്ള എല്ലാ മെഡിക്കൽ എക്സ്പെൻസുകളും ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് ആയിട്ട് ആര് കൊടുക്കും? ഹോസ്പിറ്റലിൽ കൊടുക്കും. ഇതാണ് അപ്രൂവ്ഡിന്റെ കേസിൽ സംഭവിക്കുന്നത്. ഇനി ഡിനൈൽ ആണെങ്കിൽ, അതായത് ക്ലെയിം ഡിനൈ ചെയ്യാണ്, റിജക്ട് ചെയ്യുകയാണെങ്കിൽ ബാക്കി ഫർദർ പ്രോസസ് എന്തായിരിക്കും? ഡിനൈൽ ലെറ്റർ സെൻഡ് ബൈ ബജാജ് അലയൻസ്. ബജാജ് അലയൻസ് എന്ത് ചെയ്യും? ഡിനൈൽ ലെറ്റർ ഹോസ്പിറ്റലിലോട്ട് അയക്കും. അതായത് ക്ലെയിം റിജക്റ്റഡ് ആണ് അറിയിച്ചുകൊണ്ടുള്ള ആ ഒരു ഡിനൈൽ ലെറ്റർ എന്തൊക്കെ അയക്കുന്നു? ഹോസ്പിറ്റലിലോട്ട് അയക്കുന്നു. ഓക്കെ, അപ്പൊ ഹോസ്പിറ്റൽ എന്താ ചെയ്യാം? ഹോസ്പിറ്റൽ അഡ്മിറ്റ്സ് ദ പേഷ്യന്റ് ആസ് എ ക്യാഷ് പേഷ്യന്റ് ആൻഡ് ഹാസ് ടു പേ, ദ പേഷ്യന്റ് ഹാസ് ടു പേ ദ ബിൽ. അപ്പൊ പേഷ്യന്റിന് പറഞ്ഞേക്കില്ല, പകരം പേഷ്യന്റിന്റെ ഡെപ്പോസിറ്റ് വാങ്ങിക്കൊണ്ട് ക്യാഷ് പേഷ്യന്റ് എന്നുള്ള രീതിയിൽ, അതായത് സർവീസ് കൊടുക്കാം, അതിന്റെ പേയ്മെന്റ് ആര് തരണം? പേഷ്യന്റ് കൊടുക്കാൻ ബാധ്യസ്ഥനാണ് എന്നുള്ളൊരു വ്യവസ്ഥയില് പേഷ്യന്റിനെ അവിടെ അഡ്മിറ്റ് ചെയ്യും. കാരണം എന്താണ്? പേഷ്യന്റ് ഹാസ് ടു പേ ദ ബിൽ അല്ലെ, പേഷ്യന്റിന് ആ ബില്ല് പേ ചെയ്യും. ഇനി എന്താ ചെയ്യാൻ പറ്റുക? അനദർ ഫർദർ പ്രോസസ് എന്താണ്? ക്ലെയിം ഫോർ റീഇംബേഴ്സ്മെന്റ് അല്ലെ, റീഇംബേഴ്സ്മെന്റിന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യാം. റീഇംബേഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് നമുക്ക് ആ സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് നമുക്ക് ചെലവാക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ ഹോസ്പിറ്റൽ ബില്ലുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ സൂക്ഷിച്ച് വെക്കുക. എല്ലാ കാര്യങ്ങളും സൂക്ഷിച്ചിട്ട് നമുക്ക് ചികിത്സയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചെലവാക്കേണ്ടി വരും. പൈസ നമ്മുടെ കയ്യിൽ നിന്ന് എടുത്ത് ചെലവാക്കണം. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ റീഇംബേഴ്സ്മെന്റ് കണ്ടാ നമ്മൾക്ക് ആ ചെലവായ പണം തിരികെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊന്നുകൂടെ എന്ത് ചെയ്യാം? ക്ലെയിം ചെയ്യാവുന്നതാണ് കേട്ടോ. കമ്പനിയുടെ അടുത്ത് അതിന് വേണ്ടി ഡോക്യുമെന്റ്സുകൾ, ഹോസ്പിറ്റൽ ബില്ലുകളൊക്കെ പ്രൂഫായിട്ട് വെച്ചുകൊണ്ട് റീഇംബേഴ്സ്മെന്റിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ക്ലെയിം ചെയ്യാം. ഇതാണ് ഡിനൈൽ കേസിൽ വരുന്നത്. ദെൻ വരുന്നത് ക്വറി ആണ് അല്ലെ. ക്വറി ഞാൻ പറഞ്ഞു അല്ലെ, എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷൻ വേണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു അന്വേഷണം അവർക്ക് ആവശ്യം എന്ന് തോന്നി തന്നെ ക്വറി എന്നുള്ളൊരു റെസ്പോൺസ് ആണ് കൊടുക്കുക. അന്വേഷണം എന്നാണ് അർത്ഥം കേട്ടോ. അപ്പൊ എന്ത് ചെയ്യും? ക്വറി ലെറ്റർ സെൻഡ് ബൈ ബജാജ് അലയൻസ്. ബജാജ് അലയൻസ് ക്വറി ലെറ്റർ ആയിരിക്കും അയക്കുന്നുണ്ടായിരിക്കാം. ഹോസ്പിറ്റലൊക്കെ എന്ത് ചെയ്യും? ഹോസ്പിറ്റൽ ഫാക്സസ് ദ റിപ്ലൈ ഫോർ ക്വറീസ് ആസ്ക്ഡ് ബൈ ദ ഡോക്ടേഴ്സ്. ഡോക്ടേഴ്സിനോട് ചോദിച്ചുകൊണ്ട് ഹോസ്പിറ്റൽ എന്ത് ചെയ്യും? അവരുടെ അന്വേഷണങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടികൾ കൊടുക്കും. ചിലപ്പോൾ ചികിത്സാ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ അത് ഡോക്ടേഴ്സിനെ അറിയാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ ഡോക്ടേഴ്സിനോട് ചോദിച്ചുകൊണ്ട് ആ അന്വേഷണങ്ങൾക്കുള്ള റിപ്ലൈ, മറുപടികള് ഫാക്സിലൂടെ ഹോസ്പിറ്റൽ ആർക്കയക്കുന്നു? ഈ പറയുന്ന ബജാജ് അലയൻസ് കമ്പനിയിലോട്ട് അയക്കുന്നു. വീണ്ടും ഇതേപോലെയുള്ള പ്രോസസ്സുകൾ അവിടെ റിപ്പീറ്റ് ചെയ്തു. നിങ്ങൾക്ക് തോന്നിയത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ പറഞ്ഞത്? ഓക്കെ, അത്രയേ ഉള്ളൂ കേട്ടോ. ബജാജ് അലയൻസിന്റെ ക്ലെയിം പ്രോസസ് ആണ് ഇവിടെ കണ്ടത്. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനായിട്ടുള്ളത് ഹോസ്പിറ്റൽ ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് മാനേജർ അഥവാ ഒരു ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് കേട്ടോ. ഹോസ്പിറ്റൽ ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് മാനേജറുടെ എന്താണ്? ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. ഒന്നാമത്തെ പോയിന്റ് നോക്കിയേ, റെസ്പോൺസിബിൾ ഫോർ സൂപ്പർവൈസിംഗ് ദി ഇൻഷുറൻസ് ഓപ്പറേഷൻസ് ആൻഡ് ഡിസൈനിങ്, ഇംപ്ലിമെന്റിംഗ് ആൻഡ് ട്രെയിനിങ് ഹോസ്പിറ്റൽ സ്റ്റാഫ് ഓൺ ഇൻഷുറൻസ് പ്രോട്ടോകോൾസ് അല്ലെ. അദ്ദേഹത്തിന്റെ ഒരുപാട് റോളുകൾ വരുന്നുണ്ട് അല്ലെ. ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് മാനേജർ എന്താണ്? ഹി ഈസ് റെസ്പോൺസിബിൾ ഫോർ സൂപ്പർവൈസിംഗ് ദ ഇൻഷുറൻസ് ഓപ്പറേഷൻസ് അല്ലെ. ഇൻഷുറൻസ് പ്രവർത്തനങ്ങളൊക്കെ സൂപ്പർവൈസ് ചെയ്യുന്നതില്, മേൽനോട്ടം വഹിക്കുന്നതില് റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തിയാണ് ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് മാനേജർ. ആൻഡ് ഡിസൈനിങ്, ഇംപ്ലിമെന്റിംഗ് ആൻഡ് ട്രെയിനിങ് ഹോസ്പിറ്റൽ സ്റ്റാഫ് ഓൺ ഇൻഷുറൻസ് പ്രോട്ടോകോൾസ്. അത് മാത്രമല്ല, ഇൻഷുറൻസ് പ്രോട്ടോകോൾസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഡിസൈൻ ചെയ്യുക അല്ലെ. അതായത് ഇൻഷുറൻസ് പ്രോട്ടോകോൾസുകളെ സംബന്ധിച്ച് ഹോസ്പിറ്റൽ സ്റ്റാഫുകൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഡിസൈൻ ചെയ്യുക, ഇംപ്ലിമെന്റ് ചെയ്യുക അല്ലെ, നടപ്പിലാക്കുക കേട്ടോ. ഇത് കോൺസെപ്റ്റ് മാത്രമാണ് ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. മനസ്സിലായല്ലോ? ഒരു ഹോസ്പിറ്റലിലെ ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുക, അതുപോലെ ഇൻഷുറൻസ് പ്രോട്ടോകോൾസിനെ സംബന്ധിച്ചിട്ട് സ്റ്റാഫുകൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്ലാനുകൾ അത് ഡിസൈൻ ചെയ്യുക, അതുപോലെ തന്നെ അത് ഇംപ്ലിമെന്റ് ചെയ്യുക കേട്ടോ, നടപ്പിലാക്കുക. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ്, ഒരു പോയിന്റും ശ്രദ്ധിച്ച് കേൾക്കാട്ടോ. ഏതെങ്കിലും പോയിന്റുകൾ മനസ്സിലാവാത്തതുണ്ടെങ്കിൽ അവസാനം ചോദിക്കാം. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, സൂപ്പർവൈസ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് മെഡിക്കൽ സർവീസസ് ടു ഇൻഷുറൻസ് ആൻഡ് കോർപ്പറേറ്റ് പേഷ്യൻസ് ആൻഡ് കസ്റ്റമേഴ്സ് ഓഫ് ദ ഹോസ്പിറ്റൽ.
അതായത് ഒരു ഹോസ്പിറ്റലിലെ കസ്റ്റമേഴ്സ് എന്ന് വെച്ചാൽ അവിടെ വരുന്ന പേഷ്യൻസിനും മറ്റു കോർപ്പറേറ്റ് രോഗികൾ എന്ന് പറഞ്ഞാൽ എന്ത് ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മൾ ഈ കമ്പനി സ്പോൺസർ ചെയ്യില്ലേ, അവർ വർക്ക് ചെയ്യുന്ന വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനികള് അവിടുത്തെ ജീവനക്കാർക്ക് എന്ത് കൊടുക്കും? ഈ പറയുന്ന മെഡിക്കൽ എക്സ്പെൻസുകളൊക്കെ വഹിക്കും അല്ലെ. ഈ പറയുന്ന പോലെ അവർക്ക് സ്പോൺസർ ചെയ്യുന്നുണ്ട് അല്ലെ, ചികിത്സാ ചെലവുകളൊക്കെ സ്പോൺസർ ചെയ്യും. അത്തരത്തിലുള്ള രോഗികളാണ് കോർപ്പറേറ്റ് പേഷ്യന്റുകാരുണ്ട്. അവരുടെ തൊഴിലിന്റെ, അവരുടെ ജോലിയുടെ, എംപ്ലോയ്മെന്റിന്റെ ഭാഗമായിട്ട് ഈ മെഡിക്കൽ ഇൻഷുറൻസ് ബെനിഫിറ്റുകളൊക്കെ കിട്ടുന്ന ജീവനക്കാരാണ് എന്നിട്ട് ഉദ്ദേശിക്കുന്നത്. എംപ്ലോയ്മെന്റ്, ജോലിയുടെ ഭാഗമായിട്ട് തന്നെ ഇൻഷുറൻസ് ബെനിഫിറ്റുകളൊക്കെ കിട്ടുന്ന ആളുകൾ ഉണ്ടായിരിക്കുമല്ലോ. അതായത് വലിയ കോർപ്പറേറ്റ് കമ്പനികളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് വാക്സിൻ എടുക്കാനും എന്തെങ്കിലും ചികിത്സാ ചെലവുകൾക്കൊക്കെ അവരുടെ കമ്പനി വഹിക്കും. ഓക്കെ, കമ്പനി ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കോർപ്പറേറ്റ് പേഷ്യൻസിനും ഹോസ്പിറ്റലിൽ വരുന്ന മറ്റ് കസ്റ്റമേഴ്സിനും ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാവിധ മെഡിക്കൽ സേവനങ്ങള് മെഡിക്കൽ സേവനങ്ങൾ നടപ്പിലാക്കുന്നതിന് സൂപ്പർവൈസ് ചെയ്യുക ആരുടെ ഡ്യൂട്ടിയാണ്? ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, ക്ലിയർ ആയോ? ഒന്നുകൂടെ പറയാം. സൂപ്പർവൈസർ അഡ്മിനിസ്ട്രേഷൻ ഓഫ് മെഡിക്കൽ സർവീസസ് ടു ഇൻഷുറൻസ് ആൻഡ് കോർപ്പറേറ്റ് പേഷ്യൻസ് ആൻഡ് കസ്റ്റമേഴ്സ് ഓഫ് ദ ഹോസ്പിറ്റൽ. അതായത് ഒരു ഹോസ്പിറ്റലിലെ കോർപ്പറേറ്റ് പേഷ്യൻസും മറ്റു കസ്റ്റമേഴ്സും അത് ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള മെഡിക്കൽ സേവനങ്ങൾ നടപ്പിലാക്കുന്നതിന് സൂപ്പർവൈസ് ചെയ്യുക. പിന്നെ മൂന്നാമത്തെ പോയിന്റ് ഇതാണ്, പ്രോസസിംഗ് ഓഫ് പേഷ്യന്റ് ഇൻഷുറൻസ് ക്ലെയിംസ്. അതാണ് പ്രോസസിംഗ് ഓഫ് പേഷ്യന്റ് ഇൻഷുറൻസ് ക്ലെയിംസ്. അതുപോലെ തന്നെ പേഷ്യന്റിന്റെ ഇൻഷുറൻസ് ക്ലെയിമുകൾ പ്രോസസ് ചെയ്യാം കേട്ടോ. പ്രോസസിംഗ് ഓഫ് പേഷ്യന്റ് ഇൻഷുറൻസ് ക്ലെയിംസ്, പേഷ്യന്റിന്റെ ഇൻഷുറൻസ് ക്ലെയിമുകൾ നല്ല രീതിയിൽ എന്ത് ചെയ്യാം? പ്രോസസ് ചെയ്യാം കേട്ടോ, നടപ്പിലാക്കുക. അതുപോലെ തന്നെ ഇഫക്റ്റീവ് കൊളാബറേഷൻ വിത്ത് ഇൻഷുറൻസ് കമ്പനീസ്. അതുപോലെ വിവിധ ഇൻഷുറൻസ് കമ്പനികളുമായിട്ട് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ, വളരെ നല്ല രീതിയിൽ കൊളാബറേറ്റ് ചെയ്ത് പ്രവർത്തിക്കുക, സഹകരിച്ച് പ്രവർത്തിക്കുക. ഇഫക്റ്റീവ് കൊളാബറേഷൻ വിത്ത് ഇൻഷുറൻസ് കമ്പനീസ്, ഇൻഷുറൻസ് കമ്പനികളുമായിട്ട് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ കൊളാബറേറ്റ് ചെയ്ത് പ്രവർത്തിക്കാം. പിന്നെ കാരണം വെച്ചാൽ ഒരുപാട് പേഷ്യൻസ് പല ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് സ്കീമുകളും പല ഇൻഷുറൻസ് കമ്പനികളായിട്ട് അവർക്ക് ഡീൽ ചെയ്യുന്നതായിട്ട് വരും അല്ലേ. ഓക്കെ, പിന്നെ വരുന്നത് ടു മാക്സിമൈസ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്ത് ചെയ്യാം? വർദ്ധിപ്പിക്കാം. അതായത് ഇൻഷുറൻസ് ക്ലെയിമുകളൊക്കെ എത്രയും പെട്ടെന്ന് പ്രോസസ് ചെയ്ത് വളരെ സ്മൂത്ത് ആയിട്ടുള്ള രീതിയിൽ നടക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിക്കും അല്ലെ. ഓക്കെ, അപ്പൊ ടു മാക്സിമൈസ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. പിന്നെ എന്താ പറയുന്നത്? ടു എൻഹാൻസ് ദ ഇമേജ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ ഇമേജ് എൻഹാൻസ് ചെയ്യുക കേട്ടോ. ഹോസ്പിറ്റലിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുക. എന്താണ് ഉദ്ദേശിച്ചത്? അത് ഇൻഷുറൻസ് എക്സിക്യൂട്ടീവിന്റെ ഡ്യൂട്ടി ആവുന്നത് എങ്ങനെയാണ്? ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആര് ചെയ്യുക? എക്സിക്യൂട്ടീവ് മാനേജർ ചെയ്യുക അല്ലെ. ആ രീതിയിൽ എത്രയും പെട്ടെന്ന് ക്ലെയിമും ഒക്കെ പ്രോസസ് ചെയ്ത് കിട്ടുകയാണെങ്കിൽ അവന് എളുപ്പം പ്രോസസ് ചെയ്ത് കിട്ടുന്ന ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ നല്ലതല്ലേ. അപ്പൊ അതിലൂടെ നമുക്ക് ഹോസ്പിറ്റലിന്റെ ഇമേജ് എൻഹാൻസ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ, അതായത് ഉയർത്താനായിട്ട് സാധിക്കുന്നു. പിന്നെ വരുന്നത് ടു റിവ്യൂസ് ഇൻഷുറൻസ് ക്ലെയിംസ് ടു എൻഷുവർ ആക്യുറസി അക്കോർഡിംഗ് ടു ദ എഗ്രിമെന്റ്. അതായത് ഈ എഗ്രിമെന്റ് പ്രകാരമുള്ള കൃത്യത ഉറപ്പുവരുത്തുന്നതിനായിട്ട് എൻഷുവർ ആക്യുറസി അക്കോർഡിംഗ് ടു എഗ്രിമെന്റ്. എഗ്രിമെന്റ് പ്രകാരമുള്ള ആ ഒരു ആക്യുറസി, കൃത്യത ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ഇൻഷുറൻസ് ക്ലെയിമുകൾ അവലോകനം ചെയ്യുക. ഓക്കെ, ടു റിവ്യൂസ് ഇൻഷുറൻസ് ക്ലെയിംസ് ടു എൻഷുവർ ആക്യുറസി അക്കോർഡിംഗ് ടു ദ എഗ്രിമെന്റ്. ഓക്കെ, ആ ഒരു എഗ്രിമെന്റ്, ആ ഒരു കരാറ് പ്രകാരമുള്ള ഒരു കൃത്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ഇൻഷുറൻസ് ക്ലെയിമുകൾ റിവ്യൂ ചെയ്യുക, അവലോകനം ചെയ്യുക. ഓക്കെ, ക്ലിയർ. അതായത് എഗ്രിമെന്റ് പ്രകാരം തന്നെയാണോ ക്ലെയിമുകളും കാര്യങ്ങളും നടന്നിട്ടുള്ളത്, അല്ലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ ആർക്കും ഉറപ്പുവരുത്തണം കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങൾ എങ്കിൽ മാത്രമേ ക്ലെയിം ഈസി ആയിട്ട് ആ ക്ലെയിം പ്രോസസ്സ് നമുക്ക് പ്രൊസീഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലെ. അപ്പൊ അതൊക്കെ ഉറപ്പാക്കേണ്ടത് ഒരു ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. അടുത്തതോ ടു റിപ്പോർട്ട് ക്രിട്ടിക്കൽ ഇഷ്യൂസ് ടു മാനേജ്മെന്റ്. അതായത് മാനേജ്മെന്റിനോട് ഈ ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള ക്രിട്ടിക്കൽ ഇഷ്യൂസുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുക കേട്ടോ. ടു റിപ്പോർട്ട് ക്രിട്ടിക്കൽ ഇഷ്യൂസ് ടു ദ മാനേജ്മെന്റ്. മാനേജ്മെന്റിനോട് ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള എല്ലാവിധ ക്രിട്ടിക്കൽ ഇഷ്യൂസുകളും റിപ്പോർട്ട് ചെയ്യുക. പിന്നെയോ ടു സബ്മിറ്റ് മന്ത്ലി റിപ്പോർട്ട്സ് അല്ലെ, അതായത് മന്ത്ലി റിപ്പോർട്ട് അല്ലെ, മാസത്തിൽ എല്ലാ മാസവും റിപ്പോർട്ട് സമർപ്പിക്കാം. ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള മന്ത്ലി റിപ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്യുക. അതുപോലെ ടു അറ്റൻഡ് ആൻഡ് ഓർഗനൈസ് ദ ഇൻഷുറൻസ് പ്രസന്റേഷൻ ഇന്റേണലി ഓർ എക്സ്റ്റേണലി.
ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ പ്രസന്റേഷൻസ് ഇന്റേണലി, അതായത് ഹോസ്പിറ്റലിനകത്തും അതുപോലെ എക്സ്റ്റേണലി ഹോസ്പിറ്റലിനകത്തും ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങള് പ്രസന്റേഷൻസുകള് അല്ലെ അതിലൊക്കെ അറ്റൻഡ് ചെയ്യാം, അതിലൊക്കെ പങ്കെടുക്കാം. അതുപോലെ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഓർഗനൈസ് ചെയ്തിട്ട് സംഘടിപ്പിക്കാം. കാര്യം ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അത് ഉപകാരപ്പെടും കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത് ഇന്റേണലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റലിനകത്തും ഹോസ്പിറ്റലിന് പുറത്തുമായിട്ടൊക്കെ നടക്കുന്ന ഇൻഷുറൻസ് പ്രസന്റേഷൻസുകള് എന്ത് ചെയ്യാം, അറ്റൻഡ് ചെയ്യാം, അതിനൊക്കെ പങ്കെടുക്കുക, അതുപോലെ തന്നെ ഓർഗനൈസ് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് ആണ് ടു കണ്ടക്ട് ഡിപ്പാർട്ട്മെന്റൽ മീറ്റിംഗ്സ് വീക്കിലി. അതുപോലെ ആഴ്ച തോറും ഡിപ്പാർട്ട്മെന്റൽ മീറ്റിംഗ്സുകൾ കണ്ടക്ട് ചെയ്യാം. ഡിപ്പാർട്ട്മെന്റൽ മീറ്റിംഗ് പറഞ്ഞ എന്താണ്? ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ, അതെ അത് കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, ആ ഒരു ഡിപ്പാർട്ട്മെന്റുമായിട്ട് ആ ഒരു ആഴ്ച തോറും ഡിപ്പാർട്ട്മെന്റൽ മീറ്റിംഗ്സുകൾ കണ്ടക്ട് ചെയ്യാം. ഈ പറയുന്ന ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് റിവ്യൂ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെന്താണ്? ടു മോണിറ്റർ ഇൻഷുറൻസ് ഡിസ്കൗണ്ട്സ് ആൻഡ് റിജക്ഷൻ. അതുപോലെ ഇൻഷുറൻസ് ഡിസ്കൗണ്ടുകള്, ഇൻഷുറൻസ് ക്ലെയിമിന്റെ റിജക്ഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇൻഷുറൻസിന്റെ ഒക്കെ ഡിസ്കൗണ്ട്സുകൾ എന്തെങ്കിലും ഉണ്ടോ, ആ ഡിസ്കൗണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പേഷ്യൻസിന് കൊടുക്കണം. അതുപോലെ റിജക്ഷൻസ്, എന്തെങ്കിലും ക്ലെയിം പ്രോസസ്സുകൾ അത് റിജക്ട് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഡിനൈൽ പറഞ്ഞിട്ടുണ്ടെങ്കിലേ അങ്ങനെ എന്തെങ്കിലും റിജക്ഷൻസ് ഒക്കെ വരുന്നുണ്ടോ എന്നുള്ളതൊക്കെ കറക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യുക കേട്ടോ, നിരീക്ഷിക്കാം. അതുപോലെ ടു മേക്ക് ഷുവർ ദാറ്റ് ഇൻഷുറൻസ് സ്കീംസ് ആർ അപ് ടു ഡേറ്റ് ഓഫ് ദ സിസ്റ്റം. അതുപോലെ തന്നെ ഒരു സിസ്റ്റത്തിലെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിനകത്ത് ഇൻഷുറൻസ് സ്കീമുകളെല്ലാം അപ് ടു ഡേറ്റ് ആണെന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, പല ഒരുപാട് ഇൻഷുറൻസ് സ്കീമുകൾ ഉണ്ട് അല്ലെ, അതൊക്കെ എല്ലാം തന്നെ അപ് ടു ഡേറ്റ് ആണ്, സിസ്റ്റത്തിൽ അപ് ടു ഡേറ്റ് ആണെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ടു പ്രൊവൈഡ് ദ റിക്വയർഡ് ട്രെയിനിങ് ടു സ്റ്റാഫ് അണ്ടർ സൂപ്പർവിഷൻ. അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തില് അദ്ദേഹത്തിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇൻഷുറൻസ് പ്രോട്ടോകോൾസിനെ സംബന്ധിച്ച് ഹോസ്പിറ്റൽ സ്റ്റാഫുകൾക്ക് വേണ്ടി ട്രെയിനിങ്ങുകൾ കൊടുക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ലാസ്റ്റ് ഫൈനൽ പോയിന്റ് ഇതാണ്, അസ്യൂം ന്യൂ റെസ്പോൺസിബിലിറ്റീസ് ആസ് ആൻഡ് വെൻ നീഡഡ്. ആവശ്യമുള്ളപ്പോൾ അധിക ചുമതലകൾ, അതായത് ഇൻഷുറൻസ് സംബന്ധമായിട്ട് വരുന്ന അധിക ചുമതലകള് നിർവഹിക്കാനുള്ള ഉത്തരവാദിത്വമുള്ള ആൾക്കുണ്ട് നമ്മുടെ ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് മാനേജർക്ക്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞ പോയിന്റുകളെല്ലാം? അപ്പൊ ആദ്യത്തെ പോയിന്റ് ഇതായിരുന്നു, ഒരു ഹോസ്പിറ്റലിലെ ഇൻഷുറൻസ് പ്രവർത്തനങ്ങൾക്ക് മുഴുവൻ മേൽനോട്ടം വഹിക്കാം. ഇൻഷുറൻസ് പ്രോട്ടോകോൾസിനെ സംബന്ധിച്ച് ഹോസ്പിറ്റൽ സ്റ്റാഫുകൾക്ക് ട്രെയിനിങ് കൊടുക്കുക, അതിനുവേണ്ട പ്ലാനുകൾ ഡിസൈൻ ചെയ്യുക, ഇംപ്ലിമെന്റ് ചെയ്യുക. അതുപോലെ തന്നെ കോർപ്പറേറ്റ് പേഷ്യൻസിനും ഹോസ്പിറ്റലിൽ വരുന്ന മറ്റ് പേഷ്യൻസിനും ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള മെഡിക്കൽ സേവനങ്ങളിൽ അഡ്മിനിസ്റ്റർ ചെയ്യുക, അതിന് മേൽനോട്ടം വഹിക്കുക. പേഷ്യന്റിന്റെ ഇൻഷുറൻസ് ക്ലെയിമുകൾ പ്രോസസ് ചെയ്യുക, എല്ലാ ഇൻഷുറൻസ് കമ്പനികളുമായിട്ട് നല്ല രീതിയിൽ കൊളാബറേറ്റ് ചെയ്ത് പ്രവർത്തിക്കുക. അതുപോലെ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ മാക്സിമൈസ് ചെയ്യുക, ഹോസ്പിറ്റലിന്റെ ഇമേജ് എൻഹാൻസ് ചെയ്യുക. അതുപോലെ തന്നെ എഗ്രിമെന്റ് പ്രകാരമുള്ള ആ ഒരു ആക്യുറസി, എഗ്രിമെന്റ് അനുസരിച്ചുള്ള ആ ഒരു കൃത്യത ഉറപ്പുവരുത്താനായിട്ട് ഇൻഷുറൻസ് ക്ലെയിമുകൾ അവലോകനം ചെയ്യുക. അതുപോലെ ഇൻഷുറൻസ് സംബന്ധമായിട്ട് ഇഷ്യൂസുകള്, ക്രിട്ടിക്കൽ ഇഷ്യൂസുകൾ മാനേജ്മെന്റിനോട് റിപ്പോർട്ട് ചെയ്യുക. ഇൻഷുറൻസ് സംബന്ധമായിട്ട് മന്ത്ലി റിപ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഹോസ്പിറ്റലിനകത്തും പുറത്തുമായിട്ട് ഇൻഷുറൻസ് പ്രസന്റേഷൻസുകളിൽ അറ്റൻഡ് ചെയ്യുക, പങ്കെടുക്കുക, അങ്ങനെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുക. പിന്നെ ആഴ്ചതോറും ഡിപ്പാർട്ട്മെന്റൽ മീറ്റിംഗ്സുകൾ കണ്ടക്ട് ചെയ്യുക. ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള ഡിസ്കൗണ്ടുകൾ, അതുപോലെ ക്ലെയിം പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന റിജക്ഷൻസുകൾ മോണിറ്റർ ചെയ്യാം. നമ്മുടെ ഹോസ്പിറ്റൽ സിസ്റ്റത്തിനകത്ത് നമ്മുടെ ഹോസ്പിറ്റൽ സിസ്റ്റത്തിനകത്ത് കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റത്തിനകത്ത് ഈ പറയുന്ന ഇൻഷുറൻസ് സ്കീമുകളെല്ലാം തന്നെ അപ് ടു ഡേറ്റ് ആണെന്ന് ഉറപ്പുവരുത്തുക. അദ്ദേഹത്തിന്റെ കീഴിലുള്ള സ്റ്റാഫുകൾക്ക് ആവശ്യമായിട്ടുള്ള പരിശീലനങ്ങൾ കൊടുക്കുക. പിന്നെ ഈ പറയുന്ന ഇൻഷുറൻസ് സംബന്ധമായിട്ട് വരുന്ന അധിക ചുമതലകൾ നിർവഹിക്കുക. ഓക്കെ, ഇത്രയുമാണ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആയിട്ട് വരുന്നത്. വായിച്ച് മനസ്സിലാക്കാം. നിങ്ങളോട് ഒരു ഇൻഷുറൻസ് എക്സിക്യൂട്ടീവ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റി അതിന്റെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മാർക്ക് ചെയ്യുക. ഓക്കെ, ക്ലിയർ? ഓക്കെ ആണോ? ഇതോടുകൂടി നമ്മുടെ മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ അവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ഇതിനകത്ത് കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതൊക്കെ ഓർത്തിരിക്കണം കേട്ടോ. ഇൻഷുറൻസിന്റെ ടേമുകളൊക്കെ നമ്മൾ പഠിച്ചു. എന്താണ് ഇൻഷുറൻസിന്റെ ബെനിഫിറ്റ് അല്ലെ, ബെനിഫിറ്റ് ഒക്കെ നമ്മുടെ പ്രാക്ടിക്കൽ ആയിട്ട് നമുക്ക് അതിന് ഉപകാരപ്പെടും അല്ലെ. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു പൊതുവെ ഒരു ഇൻഷുറൻസിൽ കവർ ചെയ്യപ്പെടുന്ന എക്സ്പെൻസുകൾ എന്തൊക്കെയാണ്,
വെയിറ്റിംഗ് പീരീഡ് എന്താണ്, വെയിറ്റിംഗ് പീരീഡിൽ വരുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ് അല്ലെ. പിന്നെ എന്തൊക്കെ പഠിച്ചു, ESI പഠിച്ചു അല്ലെ, RSP പഠിച്ചു, CGHS പഠിച്ചു. പിന്നെ TPA എന്താണ്, തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ എന്താണ്, അതിൽ ആരൊക്കെയാണ് ഉള്ളത്, അവരുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്, പിന്നെ ഒരു ക്ലെയിം പ്രോസസ് എങ്ങനെയാണെന്ന് പഠിച്ചു. പിന്നെ ഒരു ബജാജ് അലയൻസിന്റെ ക്ലെയിം പ്രോസസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് എക്സിക്യൂട്ടീവ് മാനേജറുടെ റെസ്പോൺസിബിലിറ്റീസ് ആണ്. എളുപ്പമായിരുന്നോ ചാപ്റ്റർ? ഓക്കെ ആയിരുന്നു നിങ്ങൾക്ക്? പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? നോ, ബുദ്ധിമുട്ടില്ലേ? ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കട്ടെ. അപ്പൊ നമുക്ക് പുതിയൊരു ചാപ്റ്ററിന് തുടങ്ങാം കേട്ടോ. നെക്സ്റ്റ് ചാപ്റ്റർ ഇതാണ്, നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. എളുപ്പമുള്ളൊരു ചാപ്റ്റർ ആണ് കേട്ടോ. അഞ്ചാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ചാപ്റ്റർ നമ്പർ 5 ഇതാണ്, സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം. ചാപ്റ്റർ നമ്പർ 5 കേട്ടോ. 10 മൊഡ്യൂളിലെ അഞ്ചാമത്തെ ചാപ്റ്റർ ആണ്. പേജ് നമ്പർ ഒന്ന് മെൻഷൻ ചെയ്യണം കേട്ടോ. എല്ലാവർക്കും എടുത്ത് വെക്കാനായിട്ട് സൗകര്യം ഉണ്ടാവും. പേജ് നമ്പർ ഒന്ന് മെൻഷൻ ചെയ്യും. 23 ആണ് കേട്ടോ. സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം. എളുപ്പമുള്ള ചാപ്റ്റർ ആണ് കേട്ടോ. ഓക്കെ, ഭയങ്കര എളുപ്പമുള്ള ചാപ്റ്റർ ആണ്, ഇൻട്രസ്റ്റിംഗ് ആണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മള് തേർഡ് മൊഡ്യൂളിൽ ഒരു ചാപ്റ്റർ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, മറന്നുപോയിട്ടില്ല. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ലാസ്റ്റത്തേക്ക് എടുക്കാം കേട്ടോ. കാരണം നമുക്ക് വലിയ വലിയ ചാപ്റ്ററുകൾ തീർക്കാനുണ്ട്. അത് തീർത്തിട്ട് ലാസ്റ്റത്തേക്ക് ചെറിയ ചാപ്റ്റർ ആകുമ്പോൾ നമുക്ക് സമാധാനം ഉണ്ടല്ലോ, പെട്ടെന്ന് നമുക്ക് തീർക്കാന്നുള്ളൊരു സമാധാനം ഉണ്ട്. വേദാകുമ്പോ പിന്നെ കുറച്ച് നമുക്ക് ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങളായിട്ടാണ് തുടക്കം അത് വേഗം എടുക്കാന്ന് വിചാരിച്ചത് കേട്ടോ. എന്താണ് റെസ്പോൺസിബിലിറ്റി ഇമ്പോർട്ടന്റ് ആണ് പോളിസിയുടെ? നോക്കി വെക്കണം. ഇമ്പോർട്ടന്റ് എന്ന് വെച്ചാൽ വെരി വെരി ഇമ്പോർട്ടന്റ് ഞാൻ പറയില്ല, വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി. കാര്യം ആ ചാപ്റ്ററിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറെ ഒരുപാട് കാര്യമുണ്ട്. ടേംസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ESI, RSP, CGHS, അതുപോലെ തന്നെ അതിന്റെ ഈ കാർഡിന്റെ സ്റ്റാറ്റസ്, ആ കളറൊക്കെ ഇല്ലേ, കളർ വെച്ചിട്ട് അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോൾ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് പുതിയ ചാപ്റ്റർ തുടങ്ങിയല്ലേ. അഞ്ചാമത്തെ ചാപ്റ്റർ ആണ് സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം കേട്ടോ. ഇതാണ് സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ. എന്താ മെഡിക്കൽ ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? മെഡിക്കൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ഈ പറയുന്ന ചികിത്സകൾക്ക് അല്ലെ, ചികിത്സ, അതുപോലെ തന്നെ രോഗനിർണയം, അനസ്തേഷ്യ, ഇങ്ങനെയുള്ള മെഡിക്കൽ ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാതകങ്ങളെയാണ് എന്ന് പറയുന്നത് മെഡിക്കൽ ഗ്യാസ് എന്ന് പറയുന്നത്. സിമ്പിൾ ആണ് അല്ലെ, പറയാതെ തന്നെ അറിയാവുന്നതാണ് അല്ലെ. എന്തിനൊക്കെ ഉപയോഗിക്കുന്നത്? നമ്മൾ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ, ഡയഗ്നോസിസിന് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ, രോഗനിർണയത്തിന് ഉപയോഗിക്കുന്നുണ്ട്, അനസ്തേഷ്യ പർപ്പസിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതിനൊക്കെ ഉപയോഗിക്കുന്ന വാതകങ്ങളെയാണ് നമ്മൾ മെഡിക്കൽ ഗ്യാസസ് എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ ഈ വാതകങ്ങൾ എങ്ങനെയാണ് ഒരു പേഷ്യന്റിന്റെ ശരീരത്തിലോട്ട് കൊടുക്കുന്നത്? അതിനുവേണ്ടി നമ്മൾ പല എക്യുപ്മെന്റ്സുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ മാസ്ക് മുഖേന അല്ലെ, മാസ്കിലൂടെ ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ നെയ്സൽ കാനുലാസ് കണ്ടിട്ടില്ലേ, മൂക്കിക്കൂടെ ട്യൂബ് പോലെ നെയ്സൽ കാനുലാസ്, അല്ലെങ്കിൽ ഈ പറയുന്ന എന്താണ് വെന്റിലേറ്ററുകള്, എന്നിവയിലൂടെയൊക്കെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള മെഡിക്കൽ ഗ്യാസുകൾ ആർക്ക് അഡ്മിനിസ്ട്രേറ്റ് ചെയ്ത് പേഷ്യന്റിന് നമ്മൾ കൊടുക്കുന്നത് അല്ലെ, പേഷ്യന്റിന്റെ ശരീരത്തിലേക്ക് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. ഇനി നമ്മൾക്ക് അറിയേണ്ടത് സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിന്റെ പ്രാധാന്യം എന്താണ്, എന്തുകൊണ്ട് നമുക്കത് പഠിക്കേണ്ടി വന്നത് എന്ന് വെച്ചാൽ നമ്മുടെ രോഗികൾക്ക് വളരെ സുരക്ഷിതമായിട്ടുള്ള രീതിയിൽ, വളരെ റിലയബിൾ ആയിട്ടുള്ള രീതിയിൽ, വിശ്വാസത്തിൽ തന്നെ പറയാൻ വളരെ റിലയബിൾ ആയിട്ട് നമുക്ക് ഈ മെഡിക്കൽ വാതക വിതരണം ഉറപ്പാക്കാനായിട്ട് നമ്മുടെ ഹോസ്പിറ്റലില് ഒരു സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സംവിധാനം ഉണ്ടായിരിക്കും. ഓക്കെ, ഇതിന് വേണ്ടിയിട്ടാണ് പേഷ്യന്റിന് വളരെ സുരക്ഷിതവും വിശ്വസനീയമായിട്ടുള്ള രീതിയിൽ ഈ മെഡിക്കൽ ഗ്യാസ്, മെഡിക്കൽ വാതക വിതരണം ഉറപ്പാക്കുന്നതിനായിട്ട് ഒരു സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സംവിധാനം അവിടെ ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തില് നമ്മൾ മെഡിക്കൽ ഗ്യാസ് എന്താണെന്ന് പഠിക്കുന്നുണ്ട്. പിന്നെ ഹോസ്പിറ്റലിൽ നമ്മൾ മെഡിക്കൽ ഗ്യാസ് ഉപയോഗിക്കുന്ന ഏരിയകൾ ഏതൊക്കെയാണ് പഠിക്കുന്നുണ്ട്.
പിന്നെ കുറച്ച് 7ഓളം മെഡിക്കൽ ഗ്യാസ് നമുക്ക് പഠിക്കാനുണ്ട്. അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. മെഡിക്കൽ ഗ്യാസുകൾ എന്തൊക്കെ പർപ്പസിനാണ് ഉപയോഗിക്കുന്നത്, ഓരോ പർപ്പസിന് ഓരോരോ മെഡിക്കൽ ഗ്യാസുകളാണ് ഉപയോഗിക്കുന്നത്, അതൊക്കെ പഠിച്ചിരിക്കണം. പിന്നെ നമുക്കൊരു കളർ കോഡ് പഠിക്കാനുണ്ട്. മെഡിക്കൽ ഗ്യാസിന്റെ കളർ കോഡ് പഠിക്കാനായിട്ടുണ്ട്. പിന്നെ ഈ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സംവിധാനത്തിന്റെ ആ ഒരു കമ്പോണന്റുകൾ, ആ ഒരു സിസ്റ്റത്തിനെ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട്. പിന്നെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, അതായത് ഇങ്ങനെയുള്ള മെഡിക്കൽ വാർത്തകളൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ എടുക്കേണ്ട സുരക്ഷാ മുൻകരുതലുകൾ, അതൊക്കെ വളരെ എളുപ്പമായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ നമ്മുടെ വീട്ടിലെ പാചകവാതകങ്ങൾ ഉപയോഗിക്കാറില്ല. അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെയുള്ള കുറച്ച് പ്രിക്കോഷൻസും കാര്യങ്ങളൊക്കെയാണ് പഠിക്കാനായിട്ട്. ഓക്കെ, 3 ചാപ്റ്ററിൽ ഇപ്പോൾ തുടങ്ങാം. ഇൻട്രൊഡക്ഷൻ. മെഡിക്കൽ ഗ്യാസസ് ആർ ദ ഗ്യാസസ് അഡ്മിനിസ്റ്റേർഡ് ടു ദ പേഷ്യൻസ്. അറിയാവുന്ന കാര്യമാണ് അല്ലെ, പേഷ്യൻസിന് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന ഗ്യാസസിനെ എന്ത് പറയുന്നു? മെഡിക്കൽ ഗ്യാസസ് എന്ന് പറയുന്നു. ഓക്കെ, centralized medical gas systems are increasingly turning out to be an essential requirement in hospitals in the same way that other necessary services and utilities like electricity, water and air conditioning. അതായത് ആ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിന്റെ എന്താണ് റേഞ്ച് പോകുന്നു, ക്ലിയർ ആവുന്നില്ല. ഫാത്തിമ ഒന്ന് ലെഫ്റ്റ് ചെയ്തിട്ട് ഒന്നും കൂടെ ജോയിൻ ചെയ്ത് നോക്കൂ കേട്ടോ. റേഞ്ചിന്റെ ഇഷ്യൂസ് നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഒന്നും കൂടെ ഒന്ന് ലെഫ്റ്റ് ചെയ്തിട്ടേ ഒന്ന് ജോയിൻ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി അതല്ല, ക്ലാസ് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ റെക്കോർഡഡ് ക്ലാസ് കാണാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മൾ പറഞ്ഞു തന്നത് എന്തായിരുന്നു? അതായത് ഒരു മെഡിക്കൽ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിന്റെ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. എന്ന് പറഞ്ഞാല് നമുക്കറിയാം ഒരു ഹോസ്പിറ്റലില് വാട്ടർ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി സപ്ലൈ എന്നൊക്കെ പറയുന്നത് എത്രത്തോളം പ്രാധാന്യമുണ്ട് അല്ലെ? ശരിയല്ലേ? ഒരു വാട്ടർ ഇല്ലാതെ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ ഫെസിലിറ്റി, ഇലക്ട്രിസിറ്റി ഇല്ലാതെ, AC ഇല്ലാതെ ഒരിക്കലും ഒരു ഹോസ്പിറ്റലിന് പ്രവർത്തിക്കാനായിട്ട് സാധിക്കില്ല. ഇതൊക്കെ എന്താണ്? അവശ്യ സർവീസുകളാണ് അല്ലെ? ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ട കാര്യങ്ങളാണ്. അപ്പൊ അത്തരം കാര്യങ്ങൾക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടോ അത്രത്തോളം തന്നെ ഇമ്പോർട്ടൻസ് എന്തിനുണ്ടെന്ന് പറയുന്നത് സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിനുണ്ട്. അത്ര തന്നെ പ്രാധാന്യം ഉണ്ടെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ആണ്, ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ട ഒരു ഫെസിലിറ്റി തന്നെയാണ്. ഇതുപോലെ വാട്ടർ, ഇലക്ട്രിസിറ്റി, എയർ കണ്ടീഷനിങ് പോലെ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു സർവീസ് അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റിയാണ് സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, മെഡിക്കൽ ഗ്യാസസ് which are the gases used in medical procedures are used for the treatment, for anesthesia and some for drying medical devices and tools. നേരത്തെ പറഞ്ഞു മെഡിക്കൽ ഗ്യാസുകൾ എന്തിനും ഉപയോഗിക്കുന്നുണ്ട്, നമ്മൾ ട്രീറ്റ്മെന്റിന് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ, ഡയഗ്നോസിസിന് ഉപയോഗിക്കുന്നുണ്ട്, അനസ്തേഷ്യ പർപ്പസിന് ഉപയോഗിക്കുന്നുണ്ട്. അതുകൂടാതെ സം ഓഫ് ദ ഡ്രൈവിംഗ് മെഡിക്കൽ ഡിവൈസസ് ആൻഡ് ടൂൾസ് അല്ലെ, ഈ മെഡിക്കൽ ഉപകരണങ്ങളൊക്കെ പ്രവർത്തിപ്പിക്കാനായിട്ട് പവർ ടൂളായിട്ടൊക്കെ എന്ത് കൊടുത്ത് ഉപയോഗിക്കുന്നുണ്ട് നമ്മള്? മെഡിക്കൽ വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ചില ടൂളുകള്, ചില ഡിവൈസുകൾ നമുക്ക് പ്രവർത്തിപ്പിക്കാനായിട്ട് ഒരു ഇന്ധനം എന്നുള്ള രീതിയിലൊക്കെ മെഡിക്കൽ വാതകം എന്ത് ചെയ്യുന്നുണ്ട്? ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഓർത്ത് വെച്ചാൽ മതി. ഒന്നുമില്ല അതിനകത്ത് പഠിക്കാൻ. മെഡിക്കൽ ഗ്യാസ് എന്താണെന്ന് അറിഞ്ഞിരിക്കാം. മെഡിക്കൽ ഗ്യാസസ് അഡ്മിനിസ്റ്റേർഡ് ടു പേഷ്യൻസ്. അത്രയേ ഉള്ളൂ. മെഡിക്കൽ ഗ്യാസുകൾ എന്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നു? ട്രീറ്റ്മെന്റിന് ഉപയോഗിക്കുന്നു, അനസ്തേഷ്യക്ക് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ യൂസ്ഡ് ഫോർ പവറിംഗ് മെഡിക്കൽ ഡിവൈസസ് ആൻഡ് ടൂൾസ്. മെഡിക്കൽ ഡിവൈസസ് ടൂൾസുകൾ പവർ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു, ഡയഗ്നോസിസിന് ഉപയോഗിക്കുന്നു. ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇൻട്രൊഡക്ഷൻ ഓക്കെ അല്ലേ? എളുപ്പമല്ലേ? ബോറടിക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ബോറടിക്കുന്നുണ്ടോ? ക്ലാസ് എടുക്കുമ്പോ ഭയങ്കര ബോറിംഗ് തോന്നുകയാണെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് വേറെ എന്തെങ്കിലും പറയും, നമുക്ക് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. നിങ്ങൾ ഒരുപാട് ബോറടിപ്പിക്കാനായിട്ട് എനിക്ക് ഇതിന്റെ താല്പര്യമൊന്നുമില്ല. അത് ഞാൻ ചോദിക്കാൻ കാരണമുണ്ട്. ഞാൻ ഇങ്ങനെ നോൺ സ്റ്റോപ്പ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്ന ബോറന്നുണ്ടാവും, പറഞ്ഞുകൊണ്ടിരിക്കുന്ന കയ്യിൽ ബോറന്നുണ്ടാവും. അതുകൊണ്ടാണ്. അപ്പൊ നോക്കട്ടെ, നെക്സ്റ്റ് വരുന്നത് മെഡിക്കൽ ഗ്യാസ് യൂസ് ഏരിയാസ് ഇൻ ഹോസ്പിറ്റൽസ് കേട്ടോ. നമ്മുടെ ഹോസ്പിറ്റൽസില് മെഡിക്കൽ ഗ്യാസുകൾ ഉപയോഗിക്കുന്ന
ഏരിയകൾ ഏതൊക്കെയാണ് കേട്ടോ? അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഏരിയകളൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അതാണ് ചോദിച്ചു കണ്ടിട്ടില്ല, ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം, എളുപ്പമാണ്. The departments that use medical gases in hospitals consist of എവിടെയൊക്കെയാണ്? റൂമുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റിക്കവറി റൂം എന്ന് പറയുന്നത് നമ്മൾ ഈ സർജറി ഒക്കെ കഴിഞ്ഞിട്ട് പേഷ്യൻസിനെ നമ്മൾ അനസ്തേഷ്യ ഒക്കെ മാറുന്നത് വരെ മാറ്റുന്നൊരു റൂമാണ് കേട്ടോ, റിക്കവറി റൂം. അതുപോലെ തന്നെ ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ ആൻഡ് ഇന്റർവെൻഷൻ ഏരിയാസ്, ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ റൂമുകൾ അല്ലെ, ഈ പറയുന്ന ലാബുകള്, അതുപോലെ തന്നെ നമ്മുടെ റേഡിയോളജി പോലെയുള്ള അത്തരം ഡയഗ്നോസ്റ്റിക് എന്താ പറയുക ഏരിയകളിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇന്റർവെൻഷൻ ഏരിയ എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെന്റ് ഏരിയ എന്ന് മാത്രം അർത്ഥമുള്ളൂ കേട്ടോ. ഇന്റർവെൻഷൻ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? ട്രീറ്റ്മെന്റ് ഏരിയ എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ. പിന്നെ ഈ പറയുന്ന പോലെ ഒബ്സ്ട്രക്റ്റീവ് ഡിപ്പാർട്ട്മെന്റ്, ഒബ്സ്ട്രക്റ്റീവ്സ് ഒക്കെ നമുക്ക് അറിയാം അല്ലെ, ഈ പറയുന്ന അമ്മയ്ക്കും കുഞ്ഞിനൊക്കെ പരിചരണം കൊടുക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. ഓക്കെ. അങ്ങനെയുള്ള ഒബ്സ്ട്രക്റ്റീവ് ഡിപ്പാർട്ട്മെന്റില് ഗൈനക്കോളജി വാർഡുകളില് ICU ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ പൊതുവെ ജനറൽ വാർഡുകളിലൊക്കെ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? മെഡിക്കൽ വാർഡുകൾ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഓർത്ത് വെക്കുക. റൂം, റിക്കവറി റൂം, ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ റൂം, ഇന്റർവെൻഷൻ ഏരിയാസ്, ഒബ്സ്ട്രക്റ്റീവ്സ് ആൻഡ് ഗൈനക്കോളജി വാർഡ്സ്, ICU, ജനറൽ വാർഡ്സ്, ഇവിടെയൊക്കെ നമ്മൾ മെഡിക്കൽ ഗ്യാസ് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇനി നിങ്ങൾ ഒരു പിക്ചർ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഈ പിക്ചർ ഇതൊക്കെ നിങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഹോസ്പിറ്റലിൽ കണ്ടിട്ടുണ്ടാവും, നമ്മൾ ടിവിയിലൊക്കെ നമുക്ക് ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ. അപ്പൊ ഈ പിക്ചർ ഒന്ന് നോക്കിക്കോ. എന്താ പറയുന്നത്? Equipment is connected to the medical gas pipeline system via station outlet കേട്ടോ. ഇതാണ് സ്റ്റേഷൻ ഔട്ട്ലെറ്റുകളാണത്. ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് ഇത് വിതരണം ചെയ്യുന്ന സ്ഥലമാണ് അല്ലെ. അതായത് എക്യുപ്മെന്റ് ഈസ് കണക്റ്റഡ് ടു ദ മെഡിക്കൽ ഗ്യാസ് പൈപ്പ്ലൈൻ സിസ്റ്റം via means through station outlet കേട്ടോ. നമുക്കറിയാം നമ്മൾ ഈ പറയുന്ന മെഡിക്കൽ ഗ്യാസുകൾ എങ്ങനെയാണ് രോഗിയുടെ ശരീരത്തിലേക്ക് കൊടുക്കുന്നത്? നേരിട്ട് ട്യൂബ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ല. നമ്മളൊന്നെങ്കിൽ മാസ്കോ അല്ലെങ്കിൽ നെയ്സൽ ക്യാനിലോ വെന്റിലേറ്റർ പോലുള്ള മെഷീനോ അതിലേക്കൊക്കെ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ അത്തരം എക്യുപ്മെന്റുകളായിട്ട് കണക്ട് ചെയ്തിട്ടാണ് അങ്ങനെയാണ് നമ്മൾ മെഡിക്കൽ ഗ്യാസ് പേഷ്യന്റിന് കൊടുക്കുന്നത് അല്ലെ. അപ്പോ ഈ പറയുന്ന എക്യുപ്മെന്റിനെ നമ്മുടെ ഹോസ്പിറ്റലിലെ മെഡിക്കൽ പൈപ്പ് ലൈൻ സംവിധാനങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തുന്നത് ഇത്തരം ഔട്ട്ലെറ്റുകളിലൂടെയാണ് അല്ലെ. ഇതിന്റെ പുറകിൽ ഒരു മെഡിക്കൽ പൈപ്പ് ലൈൻ സംവിധാനം ഉണ്ട് അല്ലെ. അവിടെ നിന്ന് വരുന്ന മെഡിക്കൽ ഗ്യാസിനെ ഇത്തരം ഔട്ട്ലെറ്റുകൾ മുഖേനയാണ് ഏത് എക്യുപ്മെന്റിലോട്ട് കണക്ട് ചെയ്യുന്നത് അല്ലെ. മാസ്ക്, നെക്സൽ ക്യാമറ അങ്ങനെയുള്ള എക്യുപ്മെന്റിലേക്ക് കണക്ട് ചെയ്യുന്നതും രോഗിയുടെ ശരീരത്തിലേക്ക് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. എക്യുപ്മെന്റ് ഇസ് കണക്റ്റഡ് ടു ദ മെഡിക്കൽ ഗ്യാസ് പൈപ്പ് ലൈൻ സിസ്റ്റം ത്രൂ എന്താണ്? സ്റ്റേഷൻ ഔട്ട്ലെറ്റുകളിലൂടെയാണ് അത് കണക്ട് ചെയ്യുന്നത്. ഓക്കെ. ഇവിടെ ഇരിക്കുന്ന എക്യുപ്മെന്റിനെ നമ്മുടെ ഹോസ്പിറ്റലിന്റെ ബാക്കിലേക്ക് പ്രവർത്തിക്കുന്ന മെഡിക്കൽ ഗ്യാസ് പൈപ്പ് ലൈൻ സംവിധാനമായിട്ട് കണക്ട് ചെയ്യുന്നത് ആരാണ്? സ്റ്റേഷൻ ഔട്ട്ലെറ്റുകളിലൂടെയാണ് നടക്കുന്നത് കേട്ടോ. എന്ന് നോക്കുക. മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ഇൻക്ലൂഡ്സ് വാക്വം സിസ്റ്റം ആൻഡ് വേസ്റ്റ് അനസ്തെറ്റിക് ഗ്യാസ് ഡിസ്പോസൽ സിസ്റ്റം അഥവാ അനസ്തെറ്റിക് ഗ്യാസ് സ്കാവഞ്ചിങ് സിസ്റ്റം. അത് അറിഞ്ഞിരുന്നാൽ മതി, വേറെ കാര്യങ്ങളൊന്നുമില്ല. അതായത് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിനകത്ത് രണ്ട് സംവിധാനങ്ങളുണ്ട് കേട്ടോ. കമ്പോണന്റിന് വേറെ നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷെ നമ്മളൊരു മെഡിക്കൽ ഗ്യാസ് സംവിധാനം, മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം പറയുമ്പോൾ പ്രധാനമായിട്ട് രണ്ട് സിസ്റ്റംസുകളാണ് ഇവിടെ. രണ്ട് സിസ്റ്റങ്ങൾ കമ്പൈൻ ചെയ്യുക. ഒന്ന് വന്നിട്ട് വാക്വം സിസ്റ്റം ആണ് കേട്ടോ, വാക്വം സിസ്റ്റം. രണ്ടാമത്തത് വേസ്റ്റ് അനസ്തെറ്റിക് ഗ്യാസ് ഡിസ്പോസൽ സിസ്റ്റം. അതെന്താണെന്നൊന്നും നമ്മളോട് ചോദിക്കില്ല. വാക്വം സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മള് ഈ പറയുന്ന വിവിധ മെഡിക്കൽ ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട്, വിവിധ മെഡിക്കൽ ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ വാക്വം ഉപയോഗിക്കുന്നുണ്ട്. വാക്വം ഇങ്ങനെ എന്താ പറയാ, ആസ്പിറേഷൻ ഒക്കെ പർപ്പസിന് വലിച്ചെടുക്കാനൊക്കെ ആയിട്ട് നമ്മൾ വാക്വം ഉപയോഗിക്കുന്നുണ്ട്. പല മെഡിക്കൽ ആവശ്യങ്ങൾക്കൊക്കെ നമ്മൾ പ്രത്യേകിച്ച് സർജറി അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ വാക്വം യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോ ഈ മെഡിക്കൽ ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ ഈ വാക്വം ഉപയോഗിക്കുന്ന ചില ഈ പറയുന്ന പൈപ്പുകളുടെ ഒരു സംവിധാനം, അതിന്റെ ഒരു ശൃംഖല എന്നൊക്കെ നമുക്ക് പറയാം. അതാണ് വാക്വം സിസ്റ്റം എന്ന് പറയുന്നത് കേട്ടോ. വാക്വം സിസ്റ്റം ഡ്രെയിൻ ചെയ്യാനായിട്ട് വലിച്ചെടുക്കാനൊക്കെ ആയിട്ടൊക്കെയാണ് നമ്മൾ ഈ നിലവിലെ വാക്വം സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത്. അത് ചെറിയൊരു സിസ്റ്റം, അതിനകത്ത് ഒരുപാട് ട്യൂബിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഒരു സംവിധാനം, അതാണ് വാക്വം സിസ്റ്റം. ഓക്കെ, ഇത്രയും മനസ്സിലാക്കാൻ മതി. പിന്നെ വരുന്നത് വേസ്റ്റ് അനസ്തെറ്റിക് ഗ്യാസ് ഡിസ്പോസൽ സിസ്റ്റം. വേസ്റ്റ് അനസ്തെറ്റിക് ഗ്യാസ് ഡിസ്പോസൽ സിസ്റ്റം അഥവാ അനസ്തെറ്റിക് ഗ്യാസ് സ്കാവഞ്ചിങ് സിസ്റ്റം. സ്കാവഞ്ചിങ് മീൻസ് വൃത്തിയാക്കുക കേട്ടോ. അതായത് നമ്മൾ ഈ അനസ്തേഷ്യ ഗ്യാസുകൾ, വേസ്റ്റ് വരുന്ന അനസ്തേഷ്യ ഗ്യാസുകൾ, വേസ്റ്റ് അനസ്തെറ്റിക് ഗ്യാസ് ഡിസ്പോസൽ ആണ്.
വേസ്റ്റ് വരുന്ന അനസ്തെറ്റിക് ഗ്യാസുകളെ നമുക്ക് ഒരു കാരണവശാലും ഉടനടി നമുക്ക് എവിടേക്ക് വിടാൻ പറ്റില്ല, നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് നേരിട്ട് റിലീസ് ചെയ്യാനായിട്ട് പാടില്ല. കാര്യം എന്താ വെച്ചാൽ വളരെ ഹസാർഡസ് ആണ് അങ്ങനെ വിട്ടുകഴിഞ്ഞാൽ. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ ഈ അനസ്തെറ്റിക് ഗ്യാസ് വേസ്റ്റ് വരുന്ന അപ്പൊ തന്നെ അതിനെ ക്യാപ്ചർ ചെയ്ത് അവിടെ വെച്ച് തന്നെ അതിനെ ഡിസ്പോസ് ചെയ്ത് കളയണം. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് സംവിധാനങ്ങളുണ്ട് മെഡിക്കൽ ഗ്യാസ് കേട്ടോ. അതാണ് എന്ത് വേസ്റ്റ് അനസ്തെറ്റിക് ഗ്യാസ് ഡിസ്പോസൽ സിസ്റ്റം എന്ന് പറയുന്നത് കേട്ടോ. മനസ്സിലായോ പറഞ്ഞ കാര്യം? അതായത് വേസ്റ്റ് വരുന്ന അനസ്തെറ്റിക് ഗ്യാസുകൾ, ഗ്യാസിൽ നിന്ന് നമുക്ക് ഒരു കാരണവശാലും നേരിട്ട് അറ്റ്മോസ്ഫിയറിലേക്ക് നമ്മൾ വിടരുത്, റിലീസ് ചെയ്യരുത്. അത് നമ്മുടെ എൻവയോൺമെന്റിന് പ്രശ്നമുള്ള കാര്യമാണ്. അപ്പൊ എന്ത് വേണം, ആ വേസ്റ്റ് അനസ്തെറ്റിക് ഗ്യാസ് എവിടെ നിന്നാണോ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ സ്പോട്ടിൽ തന്നെ അതിനെ ക്യാപ്ചർ ചെയ്യണം, അതിനെ എടുക്കണം. അതിനെടുത്ത് അവിടെ വെച്ച് തന്നെ അതിനെ ഡിസ്പോസ് ചെയ്ത് കളയുന്നതിനായിട്ടുള്ള ഒരു വേസ്റ്റ് അനസ്തെറ്റിക് ഗ്യാസ് ഡിസ്പോസൽ സംവിധാനം ഇതിനകത്തുണ്ട്. അതാണ് അനസ്തെറ്റിക് ഗ്യാസ് സ്കാവഞ്ചിങ് സിസ്റ്റം. സ്കാവഞ്ചിങ് എന്ന് വെച്ചാൽ വൃത്തിയാക്കുന്ന സിസ്റ്റം. വേസ്റ്റ് വരുന്ന ഗ്യാസിന് വേഗം ക്യാപ്ചർ ചെയ്ത് ഡിസ്പോസ് ചെയ്ത് അവിടെ വൃത്തിയാക്കുന്ന ഒരു സിസ്റ്റം കേട്ടോ. അപ്പൊ ഈ രണ്ട് സംവിധാനങ്ങൾ കിട്ടുന്നതാണ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം എന്ന് പറയുന്നത്. കാരണം നമ്മളോട് ചോദിക്കില്ല, മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉണ്ട് അതിനകത്ത്, അതുപോലെ തന്നെ വേസ്റ്റ് അനസ്തെറ്റിക് ഗ്യാസ് ഡിസ്പോസൽ സിസ്റ്റം ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ ഒക്കെയാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ലിയർ ആണോ? ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ള ഭാഗം കേട്ടോ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട ഭാഗമാണ് ടൈപ്സ് ഓഫ് മെഡിക്കൽ ഗ്യാസസ് യൂസ്ഡ് ഇൻ ഹോസ്പിറ്റൽ കേട്ടോ. നമ്മൾ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന മെഡിക്കൽ ഗ്യാസുകൾ ഏതൊക്കെയാണ്, എന്തിനൊക്കെയാണ് അത് ഉപയോഗിക്കുന്നത്, അതാണ് നിങ്ങൾ നോട്ട് ചെയ്യുന്നത് കേട്ടോ. ഒരു മെഡിക്കൽ ഗ്യാസ് പഠിക്കുമ്പോൾ എന്ത് പർപ്പസിന്റെ പർപ്പസ് തന്നിട്ട് ഇതിന് ഏത് മെഡിക്കൽ ഗ്യാസ് ആണ് ഉപയോഗിക്കുന്നത് ഇങ്ങനെയാണ് ചോദിക്കുക. ഓക്കെ, അപ്പൊ അതൊക്കെ നോട്ട് ചെയ്ത് വെക്കാൻ. അതൊക്കെ പ്രധാനമായിട്ടും 7 എണ്ണം പഠിക്കാം കേട്ടോ. 7 എണ്ണത്തില് ഏതൊക്കെയാണ്? ഒന്ന് മെഡിക്കൽ എയർ, രണ്ടാമത്തത് ഓക്സിജൻ, മൂന്നാമത്തത് കാർബൺ ഡൈ ഓക്സൈഡ്, നാലാമത്തത് നൈട്രജൻ. ഓക്കെ, ലിക്വിഡ് നൈട്രജൻ ആണ് കേട്ടോ, ലിക്വിഡ് നൈട്രജൻ. അഞ്ചാമത്തത് നൈട്രസ് ഓക്സൈഡ്, ആറാമത്തത് വാക്വം, ഏഴാമത്തത് കംപ്രസ്ഡ് എയർ. ഇത്രയുമാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ള മെഡിക്കൽ ഗ്യാസുകൾ. ഓരോന്ന് എന്താന്ന് നോക്കാം കേട്ടോ, ഓരോന്ന് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. ഫസ്റ്റ് വൺ മെഡിക്കൽ എയർ. എന്താണ് മെഡിക്കൽ എയർ? അത് വേറെ ഒന്നും പറയുന്നതല്ല. മെഡിക്കൽ എയർ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന എയർ, അത്രയേ ഉള്ളൂ, അത്രയും ഉദ്ദേശിക്കുക. മെഡിക്കൽ എയർ എന്ന് പറയുന്നത് മെഡിക്കൽ എയർ മീൻസ് നോക്കാം. മെഡിക്കൽ എയർ മീൻസ് a clean supply of compressed air. Compressed air എന്നുള്ളത് ഒന്ന് അണ്ടർലൈൻ ചെയ്തിരിക്കുക. Compressed air used in hospitals and health care facilities to distribute medical gas. അതായത് ഈ മെഡിക്കൽ ഗ്യാസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനായിട്ട് ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം ആയിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ മെഡിക്കൽ എയർ എന്ന് പറഞ്ഞാൽ. അതായത് മെഡിക്കൽ ഗ്യാസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ഹോസ്പിറ്റലുകൾ അല്ലെങ്കിൽ ഹോസ്പിറ്റലുകൾ പോലുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റിയില് മെഡിക്കൽ ഗ്യാസുകളുടെ വിതരണം ഉറപ്പുവരുത്തുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന കംപ്രസ്ഡ് എയറിനെയാണ് നമ്മൾ മെഡിക്കൽ എയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കംപ്രസ്ഡ് എയർ എന്ന് പറഞ്ഞാൽ എന്താ? കംപ്രസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? ചുരുക്കാണ് അല്ലെ, നമ്മളിങ്ങനെ അമർത്തുക, ചുരുക്കുക അല്ലെ. കംപ്രസ്ഡ് എയർ എന്ന് പറഞ്ഞാൽ സാധാരണ പ്രഷറിനേക്കാളും, നമുക്കൊരു അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉണ്ടല്ലോ, ആ പ്രഷറിനേക്കാളും കൂടിയ പ്രഷറില്, അതിനേക്കാളും കൂടിയ മർദ്ദം പ്രഷറില് നമ്മൾ എന്ത് ചെയ്യാണ്? എയറിനെ കംപ്രസ് ചെയ്യാണ്. ഓക്കെ, എയറിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ചുരുക്കാണ്, കംപ്രസ് ചെയ്യാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ കംപ്രസ് ചെയ്യുന്നതിന്റെ ഒരു ഗുണം എന്താണെന്ന് അറിയാമോ? ഒന്ന്, നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ എളുപ്പമാണ് അല്ലെ. കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ എയറിനെ എന്താണ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ നമുക്ക് ഈസി അല്ലേ. അപ്പൊ ട്രാൻസ്പോർട്ടേഷൻ ഈസിയാണ്. പിന്നെ എന്താന്ന് വെച്ചാല് ഞാൻ പറഞ്ഞു, സാധാരണ പ്രഷറിനേക്കാളും കൂടിയ പ്രഷറിലാണ് നമ്മൾ ആ എയറിനെ കംപ്രസ് ചെയ്യുന്നത്. അപ്പൊ കംപ്രസ് ചെയ്യുന്നുണ്ടാവും ഈ എയറിനകത്തുള്ള ഈ പറയുന്ന കണ്ടാമിനൻസസ് അല്ലെങ്കിൽ മറ്റുള്ള പൊല്യൂട്ടൻസ്, മൈക്രോ ഓർഗാനിസംസ് ഇതൊക്കെ എന്ത് ചെയ്യപ്പെടും? നശിച്ചു പോകും. നമ്മളിങ്ങനെ നല്ല മർദ്ദത്തിൽ ഇതിന് എങ്ങനെ കംപ്രസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അതിനകത്ത് വരുന്ന കണ്ടന്റുകളോ വല്ല കണ്ടാമിനൻസുകളോ പൊല്യൂട്ടൻസുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസുകളോ അല്ലെ സൂക്ഷ്മ രോഗാണുക്കൾ ഇങ്ങനെയുള്ളതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നശിപ്പിക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല, അങ്ങനെ കംപ്രസ് ചെയ്തിട്ടുള്ള എയർ എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകിച്ച് ഒരു ഫൗൾ സ്മെല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓയിൽ കണ്ടന്റുകളോ ഓർഡർ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല. അത്രയും എന്താണ് പ്യൂരിഫൈഡ് ആയിട്ടുള്ള എയർ ആണ്. ഓക്കെ, മാത്രമേ ഇതൊക്കെ മെഡിക്കൽ പർപ്പസിനായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് മെഡിക്കൽ എയർ എന്ന് പറയുന്നത്. മെഡിക്കൽ എയർ എന്ന് പറഞ്ഞാൽ എന്താ? കംപ്രസ്ഡ് എയർ. കംപ്രസ്ഡ് എയർ എന്ന് പറഞ്ഞാൽ ശരിക്കും പറയുന്നത് ഒരു 95.5% പ്യൂരിഫൈഡ് ആയിട്ടുള്ള എയർ തന്നെയാണ്.
വളരെയധികം പ്യൂരിഫൈഡ് ആയിട്ടുള്ള എയർ ഉണ്ട്. അതിനകത്ത് വേറെ ഓയിൽ കണ്ടോ ഓർഡേഴ്സോ അതുപോലെ മറ്റുള്ള മൈക്രോ ഓർഗാനിസംസോ പൊല്യൂട്ടൻസുകളോ ഇതൊന്നും തന്നെ അതിനകത്ത് ഉണ്ടായിരിക്കില്ല. അങ്ങനെയുള്ള എയർ വേണ്ടി നമ്മൾ മെഡിക്കൽ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് മെഡിക്കൽ എയർ കേട്ടോ. ഓക്കെ, ഇറ്റ് ഈസ് ഫ്രീ ഓഫ് പൊല്യൂഷൻ ആൻഡ് പാർട്ടിക്കിൾസ്. കണ്ടോ, ഇതിനകത്ത് പൊല്യൂഷനോ മറ്റു പാർട്ടിക്കിൾസോ ഒന്നും ഉണ്ടായിരിക്കില്ല. ഫ്രീ ആയിട്ടുള്ള എയർ ആണ്. ദാറ്റ് മീൻസ് വളരെ പ്യൂരിഫൈഡ് ആയിട്ടുള്ള എയർ ആണ്. ഇറ്റ് ഹാസ് നോ ഓയിൽ ഓർ ഓർഡേഴ്സ്. അതിൽ പ്രത്യേകിച്ച് ഓയിൽ കണ്ടിട്ടുള്ളോ ഓർഡർ എന്ന് പറഞ്ഞാൽ സ്മെല്ല് കേട്ടോ, സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല. വളരെ പ്യൂരിഫൈഡ് ആയിട്ടുള്ള എയർ ആണ് കേട്ടോ. ഇനി അടുത്തത് എന്താ, ആൻഡ് ഇസ് ഡ്രൈ ടു ബ്ലോക്ക് വാട്ടർ ബിൽഡപ്പ് ഇൻ ദ ഫെസിലിറ്റീസ് പൈപ്പ് ലൈൻ. പിന്നെ വേറൊരു അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആ പറഞ്ഞത്. നമ്മള് ഇങ്ങനെ കംപ്രസ് ചെയ്തിട്ടുള്ള എയർ, അതായത് ഈ മെഡിക്കൽ എയർ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ഡ്രൈ ചെയ്യും. ഡ്രൈ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ പറയുന്ന പൈപ്പ് ലൈൻ സംവിധാനത്തിലൂടെ കടത്തിവിടുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഡ്രൈ ചെയ്യുന്നത്? ആ കംപ്രസ്ഡ് എയർ എന്തിനാ ഡ്രൈ ചെയ്യുന്നത്? നമുക്കറിയാം, ഈ കംപ്രസ്ഡ് എയർ എന്ന് പറയുമ്പോൾ അതിനകത്ത് ചെറിയ ചെറിയ വാട്ടർ വേപ്പേഴ്സ് ഒക്കെ ഉണ്ടാവും അല്ലെ, ഈർപ്പത്തിന്റെ അംശം ഉണ്ടായിരിക്കും അല്ലെ, വാട്ടർ വേപ്പേഴ്സ് വാട്ടർ മോളിക്യൂൾസുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഇതിന് എന്ത് ചെയ്യണം, നമ്മള് ഡ്രൈ ചെയ്യണം. കാരണം ഇങ്ങനെയുള്ള ഈർപ്പം ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള എയറിനെ കുറിച്ച് നമ്മള് പൈപ്പ് ലൈൻ സംവിധാനങ്ങളിലൂടെ കടത്തിവിടുന്നുണ്ട്. ചിലപ്പോൾ ഭയങ്കര ടെമ്പറേച്ചർ കുറഞ്ഞൊരു സമയമൊക്കെ വരാന്ന് വിചാരിക്കും, നല്ല തണുപ്പ് രാത്രികൾ ആവുന്ന സമയത്ത് നല്ല തണുപ്പുള്ള സമയത്താണ് എനിക്ക് സംഭവിക്കുന്നത് അറിയാമോ, ഇതിനകത്തുള്ള വാട്ടർ വേപ്പേഴ്സ് കട്ട പിടിച്ച് ഐസ് ബ്ലോക്ക് ഒക്കെ ഉണ്ടാവും അല്ലെ, അതായത് ഐസ് കട്ടയൊക്കെ ഫോം ചെയ്ത് കഴിഞ്ഞാല് അത് ഈ പൈപ്പ് ലൈനിന്റെ ഉള്ളിൽ ബ്ലോക്ക് ആയിട്ട് ഇരിക്കുന്നത് മാത്രമല്ല, അത് പൈപ്പ് ലൈനും കേടാണ്. ഇങ്ങനെ ഇപ്പത്തിന്റെ അംശം ഉണ്ടായി കഴിഞ്ഞാല് ചിലപ്പോൾ വളരെ താഴ്ന്ന ടെമ്പറേച്ചർ തണുപ്പുള്ള കാലാവസ്ഥയിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അത് ഇങ്ങനെ എന്താ പറയുക കട്ടയായ ഐസുകളുടെ പോലെ നിൽക്കും. അത് പിന്നെ പൈപ്പ് ലൈനിൽ ബ്ലോക്ക് ആവുകയും ചെയ്യും. പൈപ്പ് ലൈനിലൂടെ നമുക്ക് ആ ഒരു മെഡിക്കൽ ഗ്യാസിന്റെ വിതരണം നമുക്ക് ഫീസിബിൾ ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റാതെ വരും. അപ്പൊ അതുകൊണ്ടാണ് അത് ഡ്രൈ ചെയ്തുകൊണ്ടാണ് കേട്ടോ. ഡ്രൈ ചെയ്താൽ പിന്നെ അതിനകത്ത് വേറെ വാട്ടർ കണ്ടന്റോ ഈർപ്പമോ ഉണ്ടായിരിക്കില്ല. അങ്ങനെ ഡ്രൈ ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പൈപ്പ് ലൈൻ സംവിധാനത്തിലൂടെ അതിനെ കടത്തിവിടുന്നത്. ഇത്രയും എന്ത് മനസ്സിലാക്കുക. ഇനി എന്താണ്, when a patient is in the operating room, whether it's an emergency or not, a surgeon depends on a medical air compressor to keep the patient comfortable and breathing. അപ്പോ എവിടെയാണ് മെഡിക്കൽ എയർ ഉപയോഗിക്കുന്നതെന്നാണ് പറഞ്ഞത്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. അതായത് ഓപ്പറേറ്റിംഗ് റൂമിൽ കേട്ടോ, അത് പേഷ്യന്റ് ഓപ്പറേറ്റിംഗ് റൂമിലാണെങ്കിൽ, ഓപ്പറേഷൻ റൂമിലാണെങ്കിൽ, അതിപ്പോ എമർജൻസി ആയിക്കോട്ടെ, എമർജൻസി ആണെങ്കിലും അല്ലെങ്കിലും ഒരു സർജൻ എന്ത് ചെയ്യുന്നുണ്ട്, മെഡിക്കൽ എയർ കംപ്രസർ ഉപയോഗിക്കുന്നുണ്ട്. ഇതിന് വേണ്ടിയിട്ടാണ് പേഷ്യന്റ് കംഫർട്ടബിൾ ആയിട്ട് പേഷ്യന്റ് കുറെ കൂടെ കംഫർട്ട് ആയിട്ടിരിക്കാണ്, പേഷ്യന്റ് ബ്രീത്തിങ് നമ്മൾ കുറെ കൂടെ കംഫർട്ട് ആകുന്നതിന് വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കുന്നുണ്ട്, മെഡിക്കൽ എയർ ഉപയോഗിക്കുന്നുണ്ട്. കിട്ടിയോ നിങ്ങൾക്ക്? അതിനെ ഓർത്തു വെക്കാം. മെഡിക്കൽ എയർ എന്ന് പറഞ്ഞാൽ കംപ്രസ്ഡ് എയർ ആണ്. കംപ്രസ്ഡ് എയർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലുണ്ടാവുക സാധാരണ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാളും കൂടിയ പ്രഷറിൽ നമ്മൾ കംപ്രസ് ചെയ്യുന്നതാണ്. അതിനകത്ത് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാനായിട്ട് എളുപ്പമാണ്. അതിനകത്ത് വേറെ പൊല്യൂട്ടൻസോ കണ്ടാമിനൻസോ ഓയിൽ കണ്ടന്റുകളോ ഓയിലോ ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല. അത് ഡ്രൈ ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ പൈപ്പ് ലൈൻ സംവിധാനം കടത്തിവിടുന്നത്. ഒരു ഓപ്പറേറ്റിംഗ് റൂമില് സർജൻ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, മെഡിക്കൽ എയർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ മെഡിക്കൽ എയർ എവിടെ ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചാൽ ഓപ്പറേറ്റിംഗ് റൂമിലാണ് ഉപയോഗിക്കുന്നത്. അതാണല്ലോ നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ളത്. സർജൻ എന്ത് ചെയ്യുന്നുണ്ട്, മെഡിക്കൽ എയർ ഉപയോഗിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് keep the patient comfortable and breathing. Okay, clear? Okay. മെഡിക്കൽ എയർ പഠിച്ചില്ലേ? നെക്സ്റ്റ് വരുന്നത് ഓക്സിജൻ. ഓക്സിജനെ കുറിച്ച് പിന്നെ നമ്മൾ പറഞ്ഞൊന്നും തരേണ്ട കാര്യമില്ല. നമുക്കറിയാം നമ്മുടെ ജീവൻ നിലനിൽക്കുന്നത് ഈ ഓക്സിജന്റെ പുറത്താണ് അല്ലെ. അപ്പൊ പിന്നെ എന്താണ് എനിക്ക് പറയാനുള്ളത്? ഓക്കെ, ഓക്സിജൻ എ മെഡിക്കൽ ഗ്യാസ് റിക്വയർഡ് ഇൻ എവറി ഹെൽത്ത് കെയർ സെറ്റിംഗ് ആൻഡ് ഈസ് യൂസ്ഡ് ഫോർ resuscitation and inhalation therapy. അതൊന്നും അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. വിച്ച് ഗ്യാസ് ഈസ് യൂസ്ഡ് ഫോർ resuscitation and inhalation therapy? ഏത് മെഡിക്കൽ ഗ്യാസ് ഉപയോഗിക്കുന്നേ? ഓക്സിജൻ അല്ലെ. റിസസിറ്റേഷൻ അല്ലെ, നമ്മുടെ ജീവൻ നിലനിർത്താൻ, നമ്മുടെ ഉജ്ജീവനത്തിന്, ഇൻഹേലേഷൻ ശ്വസനത്തിന്, അതിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഏത് മെഡിക്കൽ ഗ്യാസ് ആണ്? ഓക്സിജൻ ആണ്. ഓക്കെ, പിന്നെ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ദ മെഡിക്കൽ കണ്ടീഷൻസ് ലൈക്ക് COPD, cyanosis, shock, severe hemorrhage, carbon monoxide poisoning, trauma, cardiovascular and respiratory arrest, resuscitation and life support.
ഏതൊക്കെ മെഡിക്കൽ കണ്ടീഷൻസിനകത്ത് നമ്മൾ ഈ ഓക്സിജൻ ഉപയോഗിക്കുന്നത്? COPD അറിയാലോ, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് ആണ് അല്ലെ. അതായത് ശ്വാസകോശം അല്ലാതെ ചുരുങ്ങി പോയി നമുക്ക് ബ്രീത്തിങ് ഇഷ്യൂസ് ഒക്കെ വരുന്ന സാഹചര്യം വളരെ സിവിയർ ആയിട്ട് വരുന്നതാണ് COPD വന്നത് അല്ലെ. അപ്പൊ COPD പേഷ്യൻസിന് എന്തുണ്ടാവില്ല, അവർക്ക് ഈ ഓക്സിജന്റെ ലെവല് കുറഞ്ഞു പോകും അല്ലെ. അവർക്ക് ശ്വസന അവരുടെ കറക്റ്റ് ആവുന്നില്ല, വേണ്ടത്ര ഓക്സിജൻ അവരുടെ ശരീരത്തിൽ കിട്ടുന്നില്ല. അങ്ങനെയുള്ള രോഗികൾക്ക് നമുക്ക് ഓക്സിജൻ സപ്ലൈ ചെയ്യുന്നതായിട്ട് വരും. അതുപോലെ തന്നെയാണ് സയനോസിസ് അല്ലെ. സയനോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സയനോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ COPD തന്നെ വളരെ സിവിയർ ആയിട്ട് വരുമ്പോൾ വേണ്ടത്ര ഓക്സിജൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കില്ല അല്ലെ. അങ്ങനെ വരുന്നുണ്ടാകുന്നതോ നമ്മുടെ ആ ഓക്സിജന്റെ ഡെഫിഷ്യൻസി പോലെ നമ്മുടെ ശരീരം ഇങ്ങനെ ഭയങ്കര ഒരു നീല കളർ, ബ്ലൂയിഷ് പിങ്ക് ഷെയ്ഡിലൂടെ നമ്മുടെ ബോഡി മാറാനായിട്ട് തുടങ്ങും. ആ ഒരു അവസ്ഥയെയാണ് സയനോസിസ് എന്ന് പറയുന്നത്, സയാനോസിസ് എന്ന് പറയുന്നത്. കാരണം ഓക്സിജൻ കുറവാണ്, ഓക്സിജന്റെ ലെവല് ഭയങ്കരമായി താഴ്ന്നു പോകുന്നു. ഓക്സിജന്റെ ആ ഒരു ഓക്സിജൻ ആണല്ലോ നമ്മുടെ ശരീരത്തിൽ സമ്മർദ്ദം കംപ്ലീറ്റ് നടക്കുന്നത്. അപ്പൊ ഓക്സിജന്റെ അളവ് കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് സർക്കുലേഷൻ അവിടെ കുറയും. അങ്ങനെ ഈ ഒരു രോഗി ഒരു ബ്ലൂയിഷ് പിങ്ക് ഒരു കളറിലോട്ട് മാറാൻ തുടങ്ങും. ഭയങ്കര സിവിയർ ഓക്സിജൻ ഫെയിലിയർ വരുമ്പോഴാണ് ആ ഒരു അവസ്ഥയാണ് സയനോസിസ് എന്ന് പറയുന്നത്. അതുപോലെ ഷോക്ക് അടിച്ചിട്ടുള്ള പേഷ്യൻസുകൾ അല്ലെ. ഷോക്ക് എന്ന് വെച്ചാൽ അവരുടെ ഷോക്ക് അടിച്ച ഉടനെ ഉണ്ടാവും ബ്ലഡ് ഒരു കട്ടയാവാൻ തുടങ്ങും അല്ലെ. ബ്ലഡിന്റെ വിസ്കോസിറ്റി കൂടും അല്ലെ. ബ്ലഡിന് ആ ഒരു കട്ടി കൂടും. ബ്ലഡ് ഒടുക്കില്ല അല്ലെ. ബ്ലഡ് ഒഴുകാത്തതിൽ എന്ത് സംഭവിക്കും? ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷൻ നടക്കുമോ? ഇല്ല, ആള് മരിച്ചു പോകും അല്ലെ. എന്ത് ചെയ്യാനാ? ഓക്സിജൻ സപ്ലൈയുടെ ഓക്കെ. പിന്നെ വരുന്നത് സിവിയർ ഹെമറേജ് അല്ലെ. ഹെമറേജ് അറിയാലോ എന്താണ്? നമ്മൾ ഈ രക്തക്കുഴലുകളൊക്കെ പൊട്ടുന്ന അവസ്ഥ അല്ലെ. ബ്രെയിനിന്റെ ആവാം, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിന്റെ ആവാം അല്ലെ. ബ്ലഡ് വെസലുകൾ പൊട്ടിപ്പോയിട്ട് സിവിയർ ആയിട്ടുള്ള ബ്ലീഡിങ് സംഭവിക്കുക അല്ലെ. ഹെമറേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ബ്രേക്കിംഗ് ഓഫ് ബ്ലഡ് വെസലൊക്കെ പൊട്ടിപ്പോകുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ. അപ്പോഴും ഈ പറയുന്ന പോലെ ഭയങ്കര ബ്ലീഡിങ് വരികയും ഓക്സിജന്റെ ലെവലുകൾക്ക് ഇഷ്യൂസ് ഒക്കെ വരും കേട്ടോ. അതുപോലെ തന്നെയാണ് കാർബൺ മോണോക്സൈഡ് പോയ്സണിങ് കേട്ടോ. കാർബൺ CO പോയ്സണിങ് ആണ് കാർബൺ മോണോക്സൈഡ് പോയ്സണിങ്. പിന്നെ ഈ പറയുന്ന ട്രോമ എന്ന് വെച്ചാൽ ഗുരുതരമായിട്ടുള്ള പരിക്ക് എന്നുള്ള അർത്ഥം ട്രോമ. പിന്നെ കാർഡിയോ വാസ്കുലർ റെസ്പിറേറ്ററി അറസ്റ്റ്, ഹൃദയ സംബന്ധമായിട്ട് ശ്വസന സംബന്ധമായിട്ട് വരുന്ന എന്താ പറയാ കാർഡിയക് അറസ്റ്റ്, റെസ്പിറേറ്ററി അറസ്റ്റ്. പിന്നെ റീസസിറ്റേഷൻ നമ്മൾ പറഞ്ഞു, ആൻഡ് ലൈഫ് സപ്പോർട്ട് പറയുന്ന കാര്യങ്ങൾക്കൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഓക്സിജൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഓക്സിജൻ വിച്ച് മെഡിക്കൽ ഗ്യാസ് ഈസ് യൂസ്ഡ് ഫോർ റീസസിറ്റേഷൻ ആൻഡ് ഇൻഹലേഷൻ തെറാപ്പി എന്ന് ചോദിച്ചാൽ ഉത്തരം ഓക്സിജൻ ആണ് കേട്ടോ. ഏതൊക്കെ സിറ്റുവേഷനിലാണ് ഉപയോഗിക്കുന്നതെന്നുള്ളത് കൂടെ അറിയിക്കാം. COPD, സൈനോസിസ്, ഷോക്ക്, സിവിയർ ഹെമറേജ്, കാർബൺ മോണോക്സൈഡ് പോയ്സണിങ്, ട്രോമ, കാർഡിയോവാസ്കുലർ റെസ്പിറേറ്ററി അറസ്റ്റ്, റീസസിറ്റേഷൻ ആൻഡ് ലൈഫ് സപ്പോർട്ട്. ഓക്കെ, ക്ലിയർ ആണോ? നെക്സ്റ്റ് വരുന്നതാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, പൊതുവെ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് ഈ മെഡിക്കൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാറുള്ളത് ചിന്തിക്കുന്നുണ്ടാവും അല്ലെ. മെഡിക്കൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും കാർബൺ ഡൈ ഓക്സൈഡ്. എന്താണെന്ന് നോട്ട് ചെയ്യാനുള്ളത്, കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് യൂസ്ഡ് ഫോർ, ശ്രദ്ധിക്കാം, ഇൻസഫ്ലേറ്റിംഗ് മെഡിക്കൽ ഗ്യാസ്. ഇൻസഫ്ലേറ്റിംഗ് മെഡിക്കൽ ഗ്യാസ് അണ്ടർലൈൻ ചെയ്യാം. ഇൻസഫ്ലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? ഇൻസഫ്ലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ഊതി വീർപ്പിക്കാന്നൊക്കെ പറയില്ലേ, അതാണ് ഇൻസഫ്ലേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് നമുക്ക് വായിച്ചിട്ട് പറയാം. കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് യൂസ്ഡ് ഫോർ ഇൻസഫ്ലേറ്റിംഗ് മെഡിക്കൽ ഗ്യാസ് ഫോർ ലെസ് ഇൻവസീവ് സർജറീസ് ലൈക്ക് ലാപ്രോസ്കോപ്പി ലാപ്രോസ്കോപ്പി അല്ല, ലാപ്രോസ്കോപ്പി, ആർത്രോസ്കോപ്പി, എൻഡോസ്കോപ്പി ആൻഡ് ക്രയോതെറാപ്പി, ആസ് വെൽ ആസ് ഫോർ ദ റെസ്പിറേറ്ററി സ്റ്റിമുലേഷൻ ഡ്യൂറിംഗ് ആൻഡ് ആഫ്റ്റർ അനസ്തേഷ്യ. രണ്ട് ഉപയോഗങ്ങളാണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്. ഒന്ന്, കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻസഫ്ലേറ്റിംഗ് മെഡിക്കൽ ഗ്യാസ്. ഇൻസഫ്ലേറ്റ് ചെയ്യാന്ന് വെച്ചാല് ഊതി വീർപ്പിക്കുക, പ്രത്യേകിച്ച് ലെസ് ഇൻവസീവ് ആയിട്ടുള്ള സർജറികൾ. ലെസ് ഇൻവസീവ് സർജറി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ മുറിവുകളൊക്കെ ഉണ്ടാക്കിയിട്ട് ചെയ്യുന്ന സർജറികൾ, വലിയ ഓപ്പൺ സർജറി അല്ല ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഈ പറയുന്ന ലാപ്രോസ്കോപ്പി ഒക്കെ, കീ ഹോൾ സർജറി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ എൻഡോസ്കോപ്പി, പിന്നെ ക്രയോതെറാപ്പി അടുത്തത് പറയുന്നുണ്ട്, ഇതിൽ കണ്ടിരിക്കുക. ക്രയോജനിക് സർജറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് വളരെ താഴ്ന്ന ടെമ്പറേച്ചറിൽ, എന്നുവെച്ചാൽ എക്സ്ട്രീം കോൾഡ് എന്ന് നമുക്ക് പറയാം, വളരെയധികം താഴ്ന്ന ടെമ്പറേച്ചറിൽ നമ്മുടെ ഈ ക്യാൻസറസ് ആയിട്ടുള്ള ടിഷ്യൂസുകൾ, അബ്ഡോമൻ ടിഷ്യൂസിനെയൊക്കെ
റിമൂവ് ചെയ്യുന്നതിനായിട്ട് നടത്തുന്ന സർജറിയാണ് ക്രയോ സർജറി എന്ന് പറയുന്നത് കേട്ടോ. അതിന്റെ പ്രത്യേകത ഇത്രയേ ഉള്ളൂ, വളരെ താഴ്ന്ന ടെമ്പറേച്ചറിലാണ് നമ്മൾ ആ സർജറി കണ്ടക്ട് ചെയ്യുന്നത് കേട്ടോ. എക്സ്ട്രീം കോൾഡ് എന്നൊക്കെ പറയുന്നത് ആ രീതിയിൽ നടത്തുന്ന ഒരു സർജറിയാണ് ക്രയോ തെറാപ്പി അഥവാ ക്രയോ സർജറി എന്ന് പറയുന്നത്. പിന്നെ എൻഡോസ്കോപ്പി, അതുപോലെ ലാപ്രോസ്കോപ്പി, ക്രയോ തെറാപ്പി, ഇങ്ങനെയൊക്കെയുള്ള വളരെ ലെസ് ഇൻവെസീവ് ആയിട്ടുള്ള സർജറികളില് ഉൾഭാഗം ഊതി വീർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇൻസപ്പറേറ്റ് ചെയ്യുന്നതിന് കാർബൺ ഡയോക്സൈഡ് ഉപയോഗിക്കുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ കീഴ്പോളൊക്കെ ചെയ്യുമ്പോൾ ചെറിയൊരു ഇൻസിഷനെ ഉണ്ടാക്കുന്നുള്ളൂ, ചെറിയൊരു മുറിവാണ് ഉണ്ടാക്കുന്നുള്ളൂ. എന്നിട്ട് ആ മുറിവിലൂടെ നമ്മൾ ഈ പറയുന്ന ഒരു ട്യൂബും ക്യാമറയും അതുപോലെ തന്നെ ലൈറ്റും ഒക്കെ ഇറക്കി വിട്ടിട്ട് നമ്മൾ പിന്നെ അത് തന്നെ ക്യാമറ കടത്തിലിടുന്നു. എന്നിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു ഇലാസ്റ്റിക് പോലെയാണ് നമ്മുടെ സ്കിൻ ഇങ്ങനെ വലിച്ച് അങ്ങനെയാണ് ഇതിനെ വെക്കുന്നത്. ഓപ്പൺ ആയിട്ട് തുറന്നു വെക്കാൻ ആ രീതിയിലല്ലല്ലോ ചെയ്യുന്നത്. അപ്പൊ കീഹോൾ സർജറി ഒക്കെ ചെയ്യുന്ന സമയത്ത് ആ ഉൾഭാഗം ചെറിയൊരു ഇൻസിഷൻ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ സർജറി ചെയ്യുന്നത് അല്ലെ, വളരെ ചെറിയ രീതിയിലാണ്. അപ്പൊ എന്ത് ചെയ്യണം, ആ ഉൾഭാഗം നമുക്ക് കുറച്ചുകൂടെ മാഗ്നിഫൈ ചെയ്ത് കാണണം അല്ലെ. അതായത് ഡോക്ടറെ സംബന്ധിച്ച് സർജനെ സംബന്ധിച്ച് ആ ഉള്ളിലിരിക്കുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ ഒന്ന് വലുതായിട്ട്, അതായത് മാഗ്നിഫൈ ചെയ്ത് കുറച്ചും കൂടെ ഒന്ന് വലുതായ രീതിയിൽ കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കാർബൺ ഡയോക്സൈഡ് ക്യാൻസറിലേക്ക് കടത്തി വരുമ്പോൾ അത് ഉൾഭാഗം ഇൻസപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങും, ചെറുതൊക്കെ പെരുക്കാൻ തുടങ്ങും. അതായത് ഉൾഭാഗം കുറച്ചുകൂടെ ഒന്ന് മാഗ്നിഫൈ ചെയ്യുന്ന രീതിയിൽ സർജറി എന്ത് ചെയ്യാൻ കാണാനായിട്ട് സാധിക്കും. ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് അതാണ് പറയുന്നത് ഇൻസപ്പറേറ്റീവ് മെഡിക്കൽ ഗ്യാസ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്. ഓപ്പൺ സർജറിന്റെ ആവശ്യമില്ല, നമ്മളെല്ലാം ഫുൾ ഓപ്പൺ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ ഇങ്ങനെ ലെസ് ഇൻവെസീവ് ആയിട്ടുള്ള സർജറി നമുക്ക് ഈ ബോഡി പാർട്സുകള് അല്ലെങ്കിൽ ബോഡിക്കകത്തുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ മാഗ്നിഫൈ ചെയ്ത് കാണുന്നതിന് അല്ലെങ്കിൽ കുറച്ചൊന്ന് വലുതാക്കി കാണുന്നതിന് വേണ്ടിയിട്ട് സർജനെ സഹായിക്കുന്നതിനായിട്ട് നമ്മുടെ എന്ത് ഗ്യാസ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്, കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ആണ് ഉപയോഗിക്കുന്നത്. അത് ഒരു ഉപയോഗം. അപ്പൊ ഇൻസപ്പലേറ്റിംഗ് മെഡിക്കൽ ഗ്യാസ് ആണ് അപ്പോൾ ഇൻസപ്പലേറ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഒന്നാമത്തെ ഉപയോഗമാണല്ലോ. രണ്ടാമത്തെ ഉപയോഗം നോക്കിയേ, ആസ് വെൽ ആസ് ഫോർ ദ റെസ്പിറേറ്ററി സ്റ്റിമുലേഷൻ ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ അനസ്തേഷ്യ. അതുപോലെ തന്നെ അനസ്തേഷ്യയുടെ സമയത്തും അനസ്തേഷ്യയ്ക്ക് ശേഷവും ഒരു റെസ്പിറേറ്ററി സ്റ്റിമുലേഷന് വേണ്ടിയിട്ട് കാർബൺ ഡയോക്സൈഡ് വാതകം ഉപയോഗിക്കുന്നത്. അനസ്തേഷ്യ സമയത്ത് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ പേഷ്യന്റിന്റെ ബോഡി അതൊരു സ്ലീപ്പിംഗ് മോഡിലാണ് ഇരിക്കുന്നത്, ഒരു അബോധാവസ്ഥയിലാണ് അല്ലെ, ഒരു സ്ലീപ്പിംഗ് മോഡിലാണ് അവിടെ പോകുന്നത്. അപ്പൊ നമ്മൾ അറിയുന്നില്ല, നമ്മുടെ റെസ്പിറേഷൻ ഒക്കെ ഒരു പ്രത്യേക ഒരു ലെവലിലായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവുക. അത് കഴിഞ്ഞ അനസ്തേഷ്യയുടെ സമയത്ത് അനസ്തേഷ്യ കഴിഞ്ഞിട്ട് ഇവർക്ക് അവരുടെ ആ ഒരു റെസ്പിറേഷൻ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യാനാണ് വെച്ചാൽ ആ ഒരു അനസ്തേഷ്യയുടെ ഒരു കണ്ടീഷൻ അല്ലല്ലോ ബോധം വരുന്ന അവസ്ഥ. അനസ്തേഷ്യ സമയത്ത് സ്ലീപ്പിംഗ് മോഡിലാണ്, അപ്പൊ ഒരു റെസ്പിറേഷൻ ഉണ്ട്. അത് കഴിഞ്ഞ അനസ്തേഷ്യക്ക് ശേഷം ഒരു കോൺഷ്യസ് മൈൻഡിലോട്ട് വരുന്ന സമയത്ത് അവരുടെ ആ ഒരു റെസ്പിറേഷൻ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് ഒന്ന് അതിനൊന്ന് സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചാൽ ശ്രദ്ധിക്കുന്നുണ്ട്, പക്ഷെ അതിനെ ഒരു പഴയ ഒരു നോർമൽ ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ ഒരു സ്റ്റിമുലേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട്. രണ്ടു ഉപയോഗം ഉപയോഗിക്കാം. ഇൻസപ്പലേറ്റിംഗ് പർപ്പസിന് ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ റെസ്പിറേറ്ററി സ്റ്റിമുലേഷന് വേണ്ടിയിട്ടും ഉപയോഗിക്കുന്നുണ്ട്. ആരെയാണ് ഉപയോഗിക്കുന്നത്, കാർബൺ ഡയോക്സൈഡ് എന്നാണ് കേട്ടോ. Carbon dioxide may be found in large hospitals, but more likely considered as സാധാരണ നമ്മൾ കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് വലിയ വലിയ ഹോസ്പിറ്റലുകളിൽ പൈപ്പ് ലൈൻ സംവിധാനങ്ങളിലൂടെ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കൂടുതലും വലിയ ടാങ്കുകളിലായിട്ടാണ് നമ്മളത് സംഭരിച്ച് വെക്കുന്നത്. ഹോസ്പിറ്റലിലൊക്കെ വലിയ വലിയ ടാങ്കുകളിലായിട്ട് അതിനെ സംഭരിച്ച് വെക്കുന്നത്. ഓക്കെ, ഇത്രയും മതി. പിന്നെ നമ്മൾ പഠിച്ചു, മെഡിക്കൽ എയർ പഠിച്ചു, ഓക്സിജൻ ആൻഡ് കാർബൺ ഡയോക്സൈഡ് കേട്ടോ. ഓക്കെ, മെഡിക്കൽ എയർ എന്തിനാണെന്ന് മനസ്സിലായല്ലോ. ഓപ്പറേഷൻ റൂമിൽ ഉപയോഗിക്കുന്നുണ്ട്. ഓക്സിജൻ വന്നിട്ട് റീസസിറ്റേഷൻ ആൻഡ് ഇൻഹലേഷൻ തെറാപ്പി, കാർബൺ ഡയോക്സൈഡ് സ്റ്റിമുലേഷൻ സ്റ്റിമുലേഷൻ സെപ്പറേറ്റിംഗ് മെഡിക്കൽ ഗ്യാസ് ഒപ്പം തന്നെ ടു സ്റ്റിമുലേറ്റ് റെസ്പിറേഷൻ ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ അനസ്തേഷ്യ. രണ്ട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ഏതാണ്, കാർബൺ ഡൈ ഓക്സൈഡ് കേട്ടോ. ഇത് ഞാനിന്ന് കൺക്ലൂഡ് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിലെ ചോദിക്കാം. ക്ലിയർ ആണോ? എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഓക്കെ ആണോ? മനസ്സിലായോ എല്ലാവർക്കും? ഇത്രയും ഭാഗങ്ങളൊക്കെ വായിക്കുക കേട്ടോ. അടുത്ത ക്ലാസ്സിൽ വായിക്കണം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ വായിക്കുന്നതല്ല, വായിച്ചു വെക്കണം. അടുത്ത ക്ലാസ്സിൽ
ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ആൻസർ ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ താങ്ക് യു. താങ്ക് യു.